അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ദർഗകൾ കഥ പറയുമ്പോൾ എന്ന ഈ പരമ്പരയിൽ നാം ആദ്യമായി ചർച്ച ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശവകുടീരമായ അജ്മീർ ദർഗയെക്കുറിച്ചും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കെട്ടുകഥകളെക്കുറിച്ചുമാണ്. അജ്മീർ കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ ഏറ്റവും അധികം ശവപൂജ നടത്തുന്ന ശവകുടീരങ്ങളാണ് തമിഴ്നാട് ജില്ലയിലെ ഏർവാടിയിൽ കുടികൊള്ളുന്നത്. ഏർവാടി എന്ന് പറയുമ്പോൾ അത് ഒന്നോ രണ്ടോ മൂന്നോ ദർഗകളെ ചുറ്റിപ്പറ്റിയല്ല അവിടുത്തെ ശവകുടീര വ്യവസായം പൊടിപൊടിക്കുന്നത്. മറിച്ച് ഏർവാടിയിലെ ഏറ്റവും വലിയ ദർഗയായ ഇബ്രാഹിം ബാദുഷയിൽ തുടങ്ങി ഇബ്രാഹിം ബാദുഷയുടെ ഭാര്യ, മക്കൾ, മന്ത്രിമാർ, സൈനികർ, കൂട്ടുകാർ തുടങ്ങി അനവധി ആളുകളുടെ ദർഗകളാൽ കുപ്രസിദ്ധമാണ് ഏർവാടി ദർഗ പരിസരം. ഏർവാടിയും അജ്മീറും അടക്കം ഇന്ത്യയുടെ ഏതൊരു ഭാഗത്തുമുള്ള ശവകുടീരങ്ങളിലും ഏറ്റവും അധികം കച്ചവടം നടത്തുന്നതും സന്ദർശകരും കേരളത്തിലുള്ള കുബൂരി പുരോഹിതന്മാരും അവരുടെ വാലാട്ടികളായ അനുയായികളുമാണ്. സിയാറത്ത് ടൂർ എന്ന പേരിൽ കേരളത്തിലെ കുബൂരി പുരോഹിതന്മാർ ജനങ്ങളെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്ന ഇത്തരം ശവകുടീര വ്യവസായ കേന്ദ്രങ്ങളിൽ നടക്കുന്ന കൊടിയ അന്ധവിശ്വാസവും ശിർക്കും കുഫറും അല്പമെങ്കിലും ഈമാനുള്ള ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തെ കീറിമുറിക്കുന്നതാണ്. കേരളത്തിലെ കുബൂരി പുരോഹിതന്മാരായ മുസ്ലിയാക്കന്മാരുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സും ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങളെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്ന സിയാറത്ത് ടൂറുകളാണ്. അജ്മീർ ഖാജ മൊയ്നുദ്ദീനെ കുറിച്ച് കുബൂരികൾ പ്രചരിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഏർവാടി ഇബ്രാഹിം ബാദുഷയെക്കുറിച്ചും പ്രചരിപ്പിക്കുന്നത്. അതായത് ഇന്ത്യയിലേക്ക് ഇസ്ലാം ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളയുടെ നിർദ്ദേശപ്രകാരമാണത്രേ ഇബ്രാഹിം ബാദുഷയും സംഘവും തമിഴ്നാട്ടിലെ ഏർവാടിയിലെത്തിയത്. അതിന്റെ പേരിൽ അന്ന് രാജ്യം ഭരിച്ചിരുന്ന പാണ്ഡ്യരാജാവുമായി ഏറ്റുമുട്ടുകയും അങ്ങനെ അനവധി ആളുകൾ ഷഹീദാവുകയും ചെയ്തു എന്നാണ് ഈ കുബൂരികൾ പ്രചരിപ്പിക്കുന്ന കഥകളിലുള്ളത്. ഏത് ഇസ്ലാമാണ് അവർ ഇവിടെ പ്രചരിപ്പിച്ചത് എന്നത് അവ്യക്തമാണ്. ഈ കുബൂരി പുരോഹിതന്മാർ ഇസ്ലാമിന്റെ പേരിലും ഔലിയാക്കളുടെ പേരിലും കെട്ടിയുണ്ടാക്കിയ കള്ളക്കറാമത്ത് കഥകളും ഖബർ പൂജയുമാണോ ഇവർ ഉദ്ദേശിക്കുന്ന ഇസ്ലാം എന്നറിയില്ല. ഏതായാലും ഈ എപ്പിസോഡിൽ ഏർവാടിയിലെ ഇബ്രാഹിം ബാദുഷ മുതൽ താഴോട്ടുള്ള എല്ലാ ദർഗകളെക്കുറിച്ചുമുള്ള ഒരു ചെറിയ അന്വേഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായി ഇബ്രാഹിം ബാദുഷയുടെ ദർഗയെക്കുറിച്ച് ഇവർ പറയുന്നതെന്ന് കേൾക്കുക. ഇബ്രാഹിം ബാദുഷയുടെ ദർഗയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിന്റെ മുമ്പിലായിരിക്കും മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം കേസുള്ള ആൾക്കാർ ഇളകുന്ന ഒരു സ്ഥലം. ഏർവാടിയിലെ നമസ്കാര പള്ളിയുടെ ഉൾക്കാഴ്ചകളാണ് നിങ്ങളെല്ലാവരും ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടുന്ന് നമ്മൾ പുറത്തേക്ക് നേരെ ഇറങ്ങുമ്പോൾ ഒരു കാഴ്ച എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ജിന്നുകൾ അല്ലെങ്കിൽ ബാധ കയറിയ ആൾക്കാർ അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നടക്കുന്നതും അതുപോലെ അവിടെ റെസ്റ്റ് എടുക്കുന്നതുമായിട്ടുള്ള ഒത്തിരി ജനങ്ങളെ നമുക്ക് ഈ ഒരു മക്കാമിന്റെ ചുറ്റുഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ജാതി മത ഭേദമന്യുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു മക്കാമിൽ നടക്കുന്നത്. അതുകൊണ്ട് ആർക്കും ഇവിടെ വരാം. ഈ കാണുന്നതാണ് ഇബ്രാഹിം ബാദുഷയുടെ മക്കാമ്. ഇവിടെയാണ് എല്ലാവരും വന്നിട്ട് അവരുടെ സങ്കടങ്ങൾ പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളവർ ചെറിയൊരു പൈസ വാങ്ങിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇതൊരു ബിസിനസ് ആയിട്ട് മാത്രമേ തോന്നത്തുള്ളൂ. സാധാരണ രീതിയിൽ ഇവിടെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമായിരിക്കും ഈ ഒരു രീതിയിൽ ആൾക്കാര് ഈ ദർഗയ്ക്ക് ചുറ്റും വലം വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇബ്രാഹിം ബാദുഷയുടെ ദർഗയില് കുറെ അധികം നേർച്ചകൾ നടക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അതായത് നമ്മുടെ ഈ കുട്ടികൾ ഉണ്ടാകാതെ ഇരിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അവര് വന്ന് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കും. സുഹൃത്തുക്കളെ, ഇതൊക്കെ കേരളത്തിൽ നിന്നും പോകുന്ന ഈ കുബൂരി വ്ളോഗർമാരുണ്ടല്ലോ, ഈ സിയാറത്ത് ടൂറിന്റെ കൂടെയും അല്ലാതെയും പോകുന്ന വ്ളോഗർമാര് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് അവരുടെ ചാനലിൽ ഇട്ടിട്ട് അവർ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോകളാണ് ഇതൊക്കെ. അതിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു കുബൂരി വ്ളോഗർ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ എന്താണ് പറയുന്നത്? അയാൾ ഇങ്ങനെ ഇബ്രാഹിം ബാദുഷന്റെ ദർഗന്റെ പോരിശയും പോലിമൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് പറയാണ് ജാതി മത ഭേദമന്യേയുള്ള കാര്യങ്ങളാണ് ഈ മക്കാമിൽ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടാ തോന്നും ഈ മക്കാമിൽ മാത്രമേ അങ്ങനെ നടക്കണുള്ളൂ എന്ന്. എടോ, കേരളത്തിലും നല്ല ഇന്ത്യയിൽ ഈ കുബൂരികൾ നടത്തുന്ന എല്ലാ ജാറങ്ങളിലും ജാതി മത ഭേദമന്യേയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അല്ലാതെ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളല്ല അവിടെ നടക്കുന്നത്. അങ്ങനെ പരിപാടി ഉണ്ടോ? എല്ലാ ജാതിക്കാർക്കും എല്ലാ മതക്കാർക്കും ഒരുപോലെ ആരാധന നടത്താൻ പറ്റിയ ഒരു സംരംഭം അങ്ങനെ ഇസ്ലാമിലുണ്ടോ? ഇടോ, പിന്നെ ഈ പരിശുദ്ധ ഇസ്ലാമിന് എന്തൊരു വ്യതിരക്തതയാണുള്ളത്. എല്ലാവർക്കും വന്ന് താറും കെട്ടി കുത്തിമറയാനുള്ള ഒരു ആരാധനാ കേന്ദ്രം അങ്ങനെ ഇസ്ലാമിലുണ്ടോ? എന്നിട്ട് ഈ ദർഗന്റെ പരിസരത്ത് മഗ്‌രിബിന് ശേഷം അത്ര കേസെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭ്രാന്തന്മാരുണ്ടല്ലോ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് 90% പോകുന്നത് കേരളത്തിൽ നിന്നാണ്. ഈ മാനസിക രോഗികളായ ആൾക്കാർ, അരപ്പിരി മുഴുപ്പിരിയുള്ള ആൾക്കാർ, വീട്ടിലൊരു മാനസിക രോഗി ഉണ്ടെങ്കിൽ ഈ ഖുറാഫി വിശ്വാസക്കാർ എല്ലാ ജാറത്തിലേക്കും എല്ലാ പണിക്കന്മാരത്തേക്കും എല്ലാ തങ്ങന്മാരത്തേക്കും എല്ലാ സ്വലാത്ത് മജ്‌ലിസിലേക്കും എല്ലായിടത്തേക്കും പണ്ടാരം നടക്കുമല്ലോ. എവിടെ മാറാത്തോണ്ട് പിന്നെ ഏർവാടി കൊണ്ടുപോയി തള്ളും.
അങ്ങനെയാണ് ഏർവാടിയിൽ ഈ ചങ്ങലക്കിട്ട് അവിടെ വർഷങ്ങൾ 5, 10, 15, 20 വർഷമായിട്ട് അവിടെ തന്നെ അട്ടിപ്പേറ് കിടക്കുന്ന കുറേ ഭ്രാന്തന്മാരുണ്ട്. അതൊക്കെ പലതും ഈ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി തള്ളുന്നതാണ്. അപ്പൊ അങ്ങനെ പോകുന്ന ഈ ഭ്രാന്തന്മാരുണ്ടല്ലോ, അവരുടെ കേസ് എടുക്കുന്ന സ്ഥലമാണ് അത്ര. എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം ആരാണ് ഈ കേസ് എടുക്കല്, ആരാണ് തീരുമാനാക്കല്, അതൊക്കെ ഇവരുടെ ചില ഊഹങ്ങളും കുറെ സങ്കല്പങ്ങളുമാണ്. ഞാൻ വരുന്നുണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഇയാൾ പറയാണ്, ചെറിയൊരു പൈസ വാങ്ങിച്ചിട്ടാണ് അവിടുന്ന് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ബിസിനസ് ആയിട്ടേ തോന്നുള്ളൂ. ഇവിടെ ഔത്തുനിന്ന് നോക്കിയാൽ അങ്ങനെ തന്നെ തോന്നുള്ളൂ, ഫുള്ള് ബിസിനസ്സാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ബിസിനസ് നടത്തുന്നത് അയക്കാൻ വരാൻ ഇൻഷാ അല്ലാഹ്. കാരണം ഇവിടുത്തെ ഓരോ ദർഗകളും ലേലം വിളിച്ച് വർഷാവർഷം ലേലം വിളിച്ചെടുക്കുന്നതാണ്. അപ്പൊ ലേലം വിളിച്ചെടുക്കുമ്പോൾ ഓരോ ലേലം വിളിക്കുന്ന ആളും അയാൾ എത്ര പൈസയാണ് മുടക്കിയത് അതിന്റെ ഇരട്ടി കിട്ടണമല്ലോ, അല്ലെങ്കിൽ 10 ഇരട്ടി കിട്ടണമല്ലോ. അപ്പൊ അതിനനുസരിച്ചുള്ള വരുമാനങ്ങൾ വാങ്ങും, അതിനനുസരിച്ചുള്ള കള്ളക്കറാമത്ത് കഥകൾ ഉണ്ടാക്കും, അതിനനുസരിച്ചുള്ള ചികിത്സാ രീതികൾ അവിടെ ഉണ്ടാവും. അതാണ് ഏർവാടി ദർഗയുടെ മൊത്തത്തിലുള്ള ചരിത്രം. പിന്നെ പ്രധാനമായിട്ട് എന്താണ്, കുട്ടികളില്ലാത്ത സ്ത്രീകൾ അവിടെ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി വരും. അത് നിങ്ങൾ പല തറകിലും നടക്കുന്നുണ്ട്. കുട്ടികളില്ലാത്ത സ്ത്രീകൾക്ക് അവിടെ എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാകുന്നതൊക്കെ പലർക്കും പരസ്യമായ രഹസ്യമാണ്. ഇരിക്കട്ടെ. അപ്പൊ ഏർവാടി ദർഗയിൽ നടക്കുന്ന ഈ ഇബ്രാഹിം ബാദുഷയുടെ ജാറത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികൾ ഒന്നാണിത്. എന്നിട്ട് ജാറം മൂടാനാണ് അവിടെ ഏറ്റവും വലിയ തിരക്ക്. അവിടുത്തെ ജാറം മൂടുന്ന രംഗങ്ങളൊന്ന് കാണണം, കണ്ടുനോക്കി. കുറെ താനെ തിരിഞ്ഞ ശൈത്താന്മാരായ ഈ പുരോഹിത പിശാചുക്കൾ പല കോലത്തിലും പല രൂപത്തിലും വന്നിട്ട് ജാറം മൂടുന്ന രംഗം ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ. കണ്ടില്ലേ, ഒരു ബാണ്ടക്കെട്ടും വലിച്ചു വന്നിട്ട് ഇങ്ങനെ പിടിവലിയും കൂടണേന്. ആ ശൈത്താന്മാരെ കണ്ടാൽ തന്നെ ഓക്കാനിക്കാനും ഛർദ്ദിക്കാനും വരും. ഒരു അന്ധവിശ്വാസത്തിന്റെയും കുഫറിന്റെയും ഷിർക്കിന്റെയും കൂത്തരങ്ങാണ് ഇത്തരം ജാറങ്ങൾ. എന്നിട്ട് ആ ബാണ്ടക്കെട്ട് കൊടുത്തിട്ട് ആ ജാറത്തിന്റെ മുകളിലാണ് കൗത്തിച്ച് മൂടുക, എന്നിട്ട് ഓരോരുത്തർ കൗന്നിട്ട് നക്കുക, ചുംബിക്കുക, കുത്തിമര, എന്തെല്ലാം തോന്നിയാസങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ ജാറം മൂടുന്ന സംവിധാനം. കണ്ടില്ലേ, ഇതിനും വേണ്ടിയിട്ടാണ് ഈ ഹംക്കുകള്, ഈ മുസ്ലിയാക്കന്മാർ ഹംക്കുകൾ ഉണ്ടല്ലോ, സിയാർത്ത് ടൂർ എന്നും പറഞ്ഞിട്ട് ഇവിടുന്ന് എല്ലാവരും ബുദ്ധില്ലീനും ബുദ്ധില്ലാത്തിനൊക്കെ വലിച്ചു കൊണ്ടുപോയിട്ട് സ്ത്രീകളും കുട്ടികളും കിളവന്മാരും അടക്കുന്ന സകലനത്തിനും വലിച്ചു കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട കലാപരിപാടിയാണ് ഈ ജാറം മൂടൽ. ഇതിനു വേണ്ടിയിട്ടാണ് ഈ കൊണ്ടുപോകുന്നത്. ഖബർ സിയാറത്തിന്റെ പേരിലാണ് ഈ നടക്കുന്ന തോന്നിയാസങ്ങൾ മുഴുവനും മനസ്സിലാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യകരമായി പഠിപ്പിച്ച ഖബർ സിയാറത്ത്, അത് നമ്മളെ നാട്ടിലെ ഏതൊരു ഖബർ സന്ദർശിച്ചാലും കിട്ടുന്ന ഒരു കൂലിയാണത്. അതിന്റെ പേരും പറഞ്ഞിട്ടാണ് ഈ ഹംക്കുകള് ഇങ്ങനെ മഹാന്മാര്, മറ്റോല് മറിച്ചോല്, സുഹദാക്കള്, ഔലിയാക്കള് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങളെ കുഴിച്ചിട്ട് 2, 3 ആളും പൊക്കത്തിൽ കെട്ടിപ്പൊക്കിണ്ടാക്കിയ ഈ ശവകുടീരങ്ങൾക്ക് മുകളിൽ ജാറം മൂടുക എന്ന ഒരു തോന്നിയാസം ഉണ്ടാക്കിയിട്ട് അവിടെ പോയി കുത്തിമറിയുന്നതും നക്കുന്നതും മണക്കുന്നതും. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഓരോ ഖബറിൽ ലേലം വിളിച്ചെടുക്കുകയാണ്. ആ ലേലം വിളിച്ചെടുക്കേണ്ട വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല ജനങ്ങൾക്ക് ഖബർ സിയാറത്തിന്റെ പുണ്യം വാരിക്കോരി കൊടുക്കാനൊന്നല്ല. കേട്ടോളി, ഇതിനെക്കുറിച്ച് അവിടെ പോയി അന്വേഷിച്ച വ്ളോഗർമാരെന്നെ പറയട്ടെ. പിന്നെ നമ്മൾ അറിഞ്ഞ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ വർഷത്തേക്കും ഈ ദർഗ ടെൻഡർ കൊടുക്കുകയാണ് അത്ര ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 5 മുതൽ 6 വരെയുള്ള ആൾക്കാർ ഈ ചേർന്നിട്ട് ഈ ഒരു 80 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള ടെൻഡർ എമൗണ്ട് അടക്കുകയും പിന്നീട് ഒരു വർഷത്തേക്ക് അവർ ഇവിടെയുള്ള എല്ലാ വരുമാന മാർഗ്ഗങ്ങളും കൈയാളുകയും ചെയ്യുകയാണ് അത്ര ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ദർഗക്കകത്ത് വരുന്ന ആൾക്കാരെ അവർ സ്വീകരിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ നിർത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ആ വരുന്ന ആൾക്കാർ എന്തായാലും ചെറിയ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരായിരിക്കും വരിക, ഇതിനോട് വിശ്വാസമുള്ള ആൾക്കാർ. അവരെ കൂടുതൽ ഭീതിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പല തരത്തിലുള്ള ദോഷങ്ങളുണ്ട്, അത് മാറണമെങ്കിൽ, ഈ പിശാചൊക്കെ നിങ്ങളെ വിട്ടൊഴിയണമെങ്കിൽ നിങ്ങൾ ഇന്ന കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അത് ഇവിടെ നിന്ന് ചെയ്തു തരാം, നിങ്ങൾ ഇത്ര എമൗണ്ട് അടക്കണം എന്ന് അവരോട് ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് അത്ര ഇവിടെ ഉള്ളത്. എന്നിട്ട് ആ വലിയ ഭീമമായിട്ടുള്ള തുക അവരിൽ നിന്ന് ഈടാക്കുകയും എന്നിട്ട് അതുവഴിയുള്ള ഒരു വരുമാനം കണ്ടെത്തലാണ് ഇവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ഈ ഏർവാടി ഇബ്രാഹിം ബാദുഷയും അതിന്റെ താഴോട്ട് ഇങ്ങോട്ട് അയാളെ ഭാര്യ, മക്കള്, പേരക്കുട്ടികള്, മന്ത്രി, പോലീസ്, പടനായകന്, ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡസൻ കണക്കിന് ജാരങ്ങൾ അവിടെ ഉള്ളത്. ഓരോന്നിന്റെ പേര് കേട്ടാൽ തന്നെ നമുക്ക് ചിരി വരും. ഇത് ഓരോ വർഷത്തിനും ടെൻഡർ ലേലം വിളിക്കുകയാണ്. കള്ളുഷാപ്പൊക്കെ ലേലം വിളിക്കണ മാതിരി അതിനും കാട്ടിയൊക്കെ വലിയ ഈ കള്ളുഷാപ്പിനേക്കാളും വേശ്യാലയത്തെക്കാളും വൃത്തികെട്ട സ്ഥലങ്ങളാണ് ഈ ഏർവാടി ദർഗയും പരിസരവും. എന്നിട്ട് ലേലം വിളിക്കുക 80 ലക്ഷം മുതൽ 1 കോടി വരെ. ഇബ്രാഹിം ബാദുഷന്റെ ദർഗൊന്നും 1 കോടി മുതൽ 5 കോടി മുതൽ നിൽക്കൂല.
എന്നാൽ അതിൻ്റെ താഴോട്ടുള്ള ദർഗകൾ 80 ലക്ഷം, 70 ലക്ഷം, 60 ലക്ഷം, 50 ലക്ഷം, അങ്ങനെ 10 ലക്ഷം, 5 ലക്ഷം, 1 ലക്ഷം, അങ്ങനെ ചോട്ടാ പോരിശിൻ കറാമത്തൊക്കെ കുറഞ്ഞ ദർഗകൾ അങ്ങനെ 1 ലക്ഷത്തിന് 2 ലക്ഷത്തിന് അങ്ങനെ ലേലം വിളിച്ചെടുക്കുക. ലേലം വിളിച്ചെടുക്കുമ്പോൾ എന്ത് ചെയ്യും? അവൻ്റെ പൈസ മുതലാകാൻ വേണ്ടി അവന് ഓരോരുത്തരെ പൊടിപ്പും തങ്ങലും വെച്ച കറാമത്ത് കഥകളൊക്കെ പറഞ്ഞിട്ട് അവിടെ വരുന്ന ഈ അരപ്പിരി മാനസിക രോഗികളുണ്ടല്ലോ, ഓലെ മുഴുപ്പിരിയൊക്കെയാണ് വിടും. ഓലെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് നിങ്ങളെ ശരീരത്തിൽ ജിന്ന് കയറിയതാണ്, ശൈത്താൻ കയറിയതാണ്, അതിനൊക്കെ ഇവിടുന്ന് പരിഹാരം ഉണ്ടാകും, അതിന് ഇന്നും കർമ്മങ്ങൾ ചെയ്യണം, അതിന് ഇത്ര രൂപ ചെലവാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് ഈ സിയാർത്ത് ടൂറിന് കൊണ്ടുപോകണ ഈ മൊല്ലമാരുണ്ടല്ലോ, ഈ പുരോഹിത പിശാചുക്കൾ കൊണ്ടുപോകണ സാധനങ്ങൾ, അവരെ കയ്യിലുള്ള കാശ് മുഴുവൻ പിടുങ്ങുന്ന ഒരു 1-ാം നമ്പർ വേശ്യാലയത്തെക്കാളും മദ്യശാലയെക്കാളും വൃത്തികെട്ട കേന്ദ്രമാണ് ഈ ഏർവാടി ദർഗാ പരിസരം. സഹോദരങ്ങളെ, അങ്ങനെ വന്നുകൂടിയ ചപ്പുച്ചവറുകളുണ്ടല്ലോ, ഈ മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന ചപ്പുച്ചവറുകൾ അവിടെ ഇവിടെ ഇങ്ങനെ തടഞ്ഞു നിൽക്കണ മാതിരി കുറേ സാധനങ്ങൾ ഇവിടെ തടഞ്ഞ് നിൽക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. 5, 10, 20, 25 വർഷമായി നാടുപേക്ഷിച്ച്, വീടുപേക്ഷിച്ച്, ഭാര്യാമക്കളെ ഉപേക്ഷിച്ച്, കുടുംബത്തെ ഉപേക്ഷിച്ച് ഏർവാടിയിൽ പോയി പെറ്റുകിടക്കുന്ന ആളുകളെ, മാനസിക രോഗികളെ എത്ര എണ്ണത്തിന് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയമുണ്ടെന്ന് അറിയോ? ഇങ്ങനെ കൂടിയ കുറേ സാധനങ്ങൾ. അവർക്ക് ജാതി മതമൊന്നുമില്ല, അവരവിടെ ഇങ്ങനെ ഭ്രാന്തന്മാരെ കോലത്തിൽ ഇങ്ങനെ നടക്കും. അങ്ങനെ കുപ്രസിദ്ധി ആർജിച്ചൊരു വ്യക്തിത്വമാണ് ഈ അമ്പംകുന്ന് ബിനാൻഡല്ലോ. അച്ചങ്കായന്റെ ദർഗാ പരിസരത്തു നിന്നും നാട് വിട്ടുപോയി 8-10 കൊല്ലായിട്ട് ഏർവാടിയിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു കൃഷ്ണേട്ടൻ എന്ന് പറയുന്ന ഒരു ചങ്ങായുണ്ട്. അയാൾ ഇമ്പിലിപ്പോൾ ഔലിയായിട്ടാണ് കണക്കൂടുന്നുണ്ട്, ഞാൻ വരുന്നുണ്ടേക്ക്. ആ കൃഷ്ണൻ എന്ന് പറയുന്ന ആ അരപ്പിരിയുള്ള ചങ്ങായിന്റെ കുറച്ച് വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കണ്ടു നോക്കി. ഞാൻ ഏർവാടിയിൽ വന്നിട്ടത് 8 വർഷം കഴിഞ്ഞ് 9ാമത്തെ വർഷമാണ്. അതായത് ഞാൻ സുഖമില്ലാതെ വന്നതാണ് നാട്ടിൽ. അവിടെ നാട്ടിൽ സുഖമില്ലാതെ നടക്കുമായിരുന്നു. അപ്പം ഞങ്ങളുടെ അവിടെ ഒരു അമ്പംകുന്ന് വീരാന വലിയ ഉപ്പാപ്പുണ്ട്. അപ്പോൾ ഒരുപാട് കേസ് ഓവറായപ്പോൾ ഞങ്ങളുടെ ഏർവാടിക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ വന്നതാണ്. എന്നാൽ അൽഹംദുലില്ലാഹ് റാഹത്താണ് നമുക്ക്. ഇനിയിപ്പോൾ അവരുടെ ഓർഡർ നമുക്ക് വേണം ഇവിടുന്ന് പോകാൻ. നമുക്കിപ്പോൾ കുളിക്കാനൊന്നും പറ്റില്ല, കുളിക്കാൻ പറ്റാത്തൊരു കണക്കാണ്, മഹാന്മാരുടെ കണക്കാണ്. അപ്പോൾ കുളിച്ചിട്ട് 6ാമത്തെ വർഷം. അത് കുളിച്ചിട്ട് 6 വർഷമായി. 6ാമത്തെ വർഷമാണ്. അതായത് കുളിക്കാൻ പാടില്ല, പല്ല് തേക്കാൻ പാടില്ല, ഷേവ് ചെയ്യാൻ പാടില്ല, ഡ്രസ്സ് മാറാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു കണക്കിലാണ് മഹാന്മാർ. അങ്ങനത്തെ കേസാണ്. അപ്പോൾ ദർഗയുടെ ഉള്ളിലായിരുന്നു ഞാൻ 4 വർഷം ഇരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഈ കൊറോണ സമയം വന്നപ്പോൾ കാട്ടുപള്ളിയിൽ ഹക്കീം ഡോക്ടറെ അടുത്തേക്ക് കണക്ക് കൊടുത്ത് മഹാന്മാർ. ഇപ്പം ഹക്കീം ഡോക്ടറെ കണക്ക് കൊടുക്കുന്നത് പറഞ്ഞാൽ എങ്ങനെയാ? അത് നമ്മുടെ കണക്കുകളും നമ്മുടെ അസുഖത്തിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടർക്ക് ഏൽപ്പിച്ചിരിക്കുന്നു, ഹക്കീം ഡോക്ടർക്ക്. അതായത് ബാദ്ഷാ റളിയല്ലാഹു തആല എന്റെ കേസ് എടുത്തിരിക്കുന്ന അബൂ താലിബ്. അത് നമുക്ക് എല്ലാ സ്വപ്നത്തിൽ കാട്ടിത്തരും. എല്ലാ സ്വപ്നം കാട്ടിത്തരും. കുടിക്കണ വെള്ളം കാട്ടിത്തരും, കഴിക്കേണ്ട ഭക്ഷണം കാട്ടിത്തരും, കിടക്കേണ്ട സ്ഥലം കാട്ടിത്തരും. അതെല്ലാം നമുക്ക് സ്വപ്നത്തിൽ കൂടിയേ കാട്ടിത്തരും. പിന്നെ ആരെങ്കിലും വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് വേറെ കാട്ടിത്തരും. അപ്പോൾ ഞാനും നിങ്ങളിരുന്ന് സംസാരിക്കുമ്പോൾ ഇതിൽ ആരെങ്കിലും എനിക്ക് വല്ല ബുദ്ധിമുട്ടും എൻ്റെ കേസിന് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ഇപ്പോൾ എഴുന്നേറ്റ് പോയിക്കൊള്ളാൻ പറയും. അതൊക്കെ നമ്മുടെ കാതിൽ വന്ന് പറയും. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണില്ല, നമ്മളാ ശബ്ദം അപ്പൊ നമ്മൾ അവിടുന്ന് എഴുന്നേറ്റ് പോയിരിക്കണം, അല്ലെങ്കിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടാവും അവിടെ. ഈ വീഡിയോ 4-5 വർഷങ്ങൾക്ക് മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അന്നാണ് ഇയാൾ പറയണത് ഇപ്പോൾ 9 വർഷത്തോളം ഞാൻ അവിടെ വന്നിട്ട് അതിൽ 6 വർഷമായി കുളിച്ചിട്ട്. അപ്പൊ ഇയാൾ സുഖമില്ലാതെ വന്നതാണ്. ഇയാൾ അമ്പംകുന്ന് ബീരാനുണ്ടല്ലോ, ഔലിയാന്ന് ഞാൻ പറഞ്ഞില്ല, അമ്പംകുന്ന് ബീരാൻ ഉപ്പാപ്പ എന്ന് പറഞ്ഞ ചെങ്ങായിന്റെ ദർഗന്റെ പരിസരത്ത് ഇങ്ങനെ ചെറുപ്പം മുതലേ അങ്ങനെ ചുറ്റിപ്പറ്റി അവിടെ മണത്തുന്നൊക്കി നടന്നിട്ട് മനുഷ്യനാണ് ഇയാള് പേര് കൃഷ്ണൻ. നല്ല സുന്നത്തി ജമാഅത്തിന്റെ വലിയ തന്നെയാണ്. അപ്പൊ അവിടെ അമ്പംകുന്ന് ബീരാൻ ഉപ്പാപ്പ ഉണ്ടല്ലോ, അച്ചങ്ങായിന്റെ ഇവിടെ കേസ് ഓവർ ആയപ്പോ അങ്ങോട്ട് റെഫർ ചെയ്തു. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ജില്ലാ ആശുപത്രിയിൽ നിന്നൊക്കെ കേസ് ഓവറാകുമ്പോൾ മെഡിക്കൽ കോളേജൊക്കെ റെഫർ ചെയ്യാം എന്ന് പറഞ്ഞ മാതിരി അമ്പംകുന്ന് ബീരാൻ ഉപ്പാപ്പക്കവിടെ ഭയങ്കര ഓവർ കേസാത്രേ. അപ്പോൾ ഈ ദർഗയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു നോട്ടം കൊണ്ട്, അവർ സ്വപ്നത്തിൽ ഒരു തടവൽ കൊണ്ട്, ഒരു സ്പർശനം കൊണ്ട്, ദർശനം കൊണ്ട് അസുഖമൊക്കെ പമ്പ കടക്കും, എരിവേരി കിടക്കുന്നുള്ള ഈ ഹംകിങ്ങൾ സാധാരണ പറച്ചില്. പിന്നെന്താ അമ്പംകുന്ന് ബീരാപ്പാപ്പ ഇങ്ങോട്ട് റെഫർ ചെയ്ത് അവിടെ കേസ് ഓവറായിട്ടാണ് അത്രേ. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാലോ മഹാന്മാരെ കൃത്യമായ ഓർഡർ ഉണ്ട്. കുളിക്കാൻ പാടില്ല, പല്ല് തേക്കാൻ പാടില്ല, നഖം വെട്ടാൻ പാടില്ല, ഷേവ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇയാൾ 6 വർഷമായി കുളിച്ചിട്ട്, ഷേവ് ചെയ്തിട്ട്, നഖം വെട്ടിയിട്ട്, പല്ല് തേച്ചിട്ട്. ടൂറേജ് അന്ത്യാകലും ഉണ്ടാവില്ല. അത് പിന്നെ സമസ്തന്റെ ഔലിയാക്കൾ അങ്ങനെ തന്നെയാണല്ലോ. ആ വക പരിപാടി ഒന്നും അവർക്കില്ലല്ലോ. അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല, അത് പ്രത്യേക വിശേഷണമൊന്നുമല്ല, അവരുടെ സ്ഥിരം സ്വഭാവമാണത്. ടൂറേജ് അന്ത്യാകാതിരിക്കുക, മൂത്രവിസർജനം എടുക്കാതിരിക്കുക, തിരുമ്പാതിരിക്കുക, കുളിക്കാതിരിക്കുക, പല്ല് വെക്കാതിരിക്കുക, അങ്ങനെ ഒരു ബാണ്ടക്കെട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അതിൽപ്പെട്ടൊരു ബാണ്ടക്കെട്ടാണ് ഈ ചങ്ങായി, കൃഷ്ണൻ എന്ന് പറഞ്ഞ ഈ ചങ്ങായി.
എന്നിട്ട് ഇയാൾ ഇവിടെ വന്നിട്ട് കുറെ കാലം ഇങ്ങനെ ഇബ്രാഹിം ബാദുഷാന്റെ ദർഗന്റെ ഉള്ളിലും ഇങ്ങനെ ചടഞ്ഞുകൂടി ഇങ്ങനെ ഈ ബാണ്ടക്കെട്ട് അടങ്ങിയിരിക്കുന്നു. പിന്നെ അങ്ങനെ ഹക്കീം ഡോക്ടർ അടുത്തേക്ക് റെഫർ ചെയ്തു കേസ്. ഈ ഹക്കീം ഡോക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ടത് MBBS പാസ്സായ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണെന്ന് വിചാരിക്കേണ്ട. ഈ ഹക്കീം ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്രാഹിം ബാദുഷ വന്ന സമയത്ത് അയാളെ കൂട്ടത്തിലുണ്ടായിരുന്ന ചികിത്സാരിയാണ് അത്രേ. അങ്ങനെ ബലന്റെ പേരിട്ടാണ് ഹക്കീം ഡോക്ടർ. ആ ഹക്കീം ഡോക്ടറാണ് അവിടെ പല അസുഖങ്ങളും മാറ്റി കൊടുക്കല്. ഇതൊക്കെ വരാം നമുക്ക് ഇൻഷാ അല്ലാ. കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ ചങ്ങായി പറയാൻ ഇയാൾക്ക് വീട്ടിൽ പോകാൻ അനുവാദം കിട്ടിയിട്ടില്ല. ആരേക്കെന്ന് അതിങ്ങനെ ചോട്ടിൽ വന്ന് പറഞ്ഞു കൊടുക്കും, സ്വപ്നത്തിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇവിടെ ഇരുന്നോ, അല്ലെങ്കിൽ ഇവിടെ കുത്തി പറഞ്ഞോ, അവിടെ കിടന്ന് ആക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. വീട്ടിൽ പോയിക്കോ, നാട്ടിൽ പോയിക്കോ. ഒരൊറ്റ എണ്ണവും വീട്ടിൽ പോലില്ല, അവിടെ അങ്ങനെ പെറ്റി കിടക്കലാണ്. അങ്ങനെ ഇയാൾ പറഞ്ഞത് കേട്ടു നോക്കി. എനിക്ക് പണിക്കൊന്നും പോകാൻ പറ്റില്ല, ഞാൻ സുഖമില്ലാത്ത കിടക്കാണ്. എനിക്ക് ഇനി ഓർഡർ തരണം, അലക്കാനും കുളിക്കാനും നാട്ടിൽ പോകാനും മഹാന്മാരെ അനുവാദം ഓർഡറും ഇല്ലാതെ പോകാൻ പറ്റില്ല. നമ്മുടെ സൂക്കടൊക്കെ മാറി നമുക്കൊന്ന് തിരുമ്പി കുളിച്ച് നാട്ടിലേക്കൊക്കെ ഒന്ന് പോകാനുള്ളൊരു അനുവാദം തരാൻ വേണ്ടിയുള്ളൊരു ദുആ ചെയ്യാം. നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടോ? ഇല്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ചേട്ടന്മാരുണ്ട്, 3 ചേട്ടന്മാരുണ്ട്, 3 പെങ്ങന്മാരുണ്ട്, അമ്മ ഉണ്ട്. അമ്മ ഇപ്പോഴും എന്നെ കാണാതെ ഭയങ്കര വിഷമത്തിലാണ്. മക്കാന്മാരെ ഓർഡർ ഇല്ലാതെ പോകാൻ സാധിക്കില്ല. അമ്മ ഇപ്പോഴും ഭയങ്കര വിഷമത്തിലാണ് കാണാനിട്ട്. ഞാൻ 8 വർഷമായി വന്നിട്ട്, 8-9 വർഷം അത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇയാൾ അങ്ങനെ സ്വയബുദ്ധി ഇല്ലാത്തൊരു മാനസിക രോഗിയൊന്നുമല്ല. ഇയാൾക്ക് ഇവിടുന്ന് പോകണ ഈ മുസ്ലിയാക്കന്മാരെക്കാട്ടിയും ബുദ്ധിയും വിവരവും അറിവൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇയാൾ ഇഞ്ഞിടാൻ പോകുന്ന ചില സംസാരങ്ങൾ കേട്ടാൽ മനസ്സിലാവും. ഇവിടുത്തെ മിനിമം ഈ കാന്തപുരത്തിനെ കാട്ടിയൊക്കെ അന്തം തലച്ചോറൊക്കെയുള്ള ഒരു മനസ്സിലാണെന്ന് മനസ്സിലാവും നമുക്ക്. അപ്പോൾ ഇയാളെ പ്രശ്നം എന്താണ്? ഈ ശൈത്താനിയത്ത് കയറിയിട്ടേ ഈ ദർഗയിൽ നടക്കുന്ന മുഴുവൻ ശൈത്താന്മാരാണല്ലോ. ഈ ശൈത്താന്മാർ ശരീരത്തിൽ കയറിയിട്ട് അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ അവിടെ ഒരു പ്രത്യേക അനുഭൂതിയിൽ ഇങ്ങനെ കാലം കഴിച്ച് ഇങ്ങനെ ജീവിക്കുക. അതാണ് ഇയാളെ അസുഖം. അപ്പോൾ ഇയാൾക്ക് നാട്ടിൽ പോകാനൊന്നും അനുവാദമില്ല. ആരെ മഹാന്മാരെ ഓർഡർ കിട്ടണം, നാട്ടിൽ പോയിക്ക കൃഷ്ണ എന്ന് പറയണം, എന്നാലേ അയാൾ പോവുള്ളൂ. ആ ഓർഡർ കിട്ടാത്തതിൻ്റെ പേര് ഇയാൾ അവിടെ ഇങ്ങനെ ആരെന്തെങ്കിലും കൊടുക്കും. അതും തിന്നിട്ട് ഇങ്ങനെ തിരുമ്പാതെ കുളിക്കാതെ അലക്കാതെ നഖം വെട്ടാതെ തൂരെ ചന്തയാകാതെ മൂത്രയിച്ച മനരിക്കാതെ അങ്ങനെ ഇരിക്കും. കുറേ മൂല്യന്മാർ ഇയാൾ ഇങ്ങനെ ഭക്തിയിലിരിക്കണതൊക്കെ ഞാൻ കാണിച്ചുതരാം വീഡിയോ. പിന്നെ ആകെയുള്ളൊരു ഗുണം എന്താ വെച്ചാൽ ഇയാൾ കല്യാണം കഴിച്ചിട്ടില്ല. ഏതോ ഒരു പാവം പെണ്ണ് രക്ഷപ്പെട്ടു. കല്യാണം കഴിച്ചു ആ പെണ്ണും കുടുങ്ങിയില്ലേ? ബല ഔലിയാക്കളെ, കേരളത്തിലെ ഔലിയാക്കളൊക്കെ കഥ അങ്ങനെയാണല്ലോ. കേരളത്തിലെ സമസ്തക്കാരെ ഔലിയാക്കളെ കല്യാണം കഴിച്ച പെണ്ണുങ്ങളൊക്കെ കുടുങ്ങിയ ചരിത്രമാണ്. ബല ദ്രോഹം കൊണ്ടും പീഡനം കൊണ്ടും. അത് നമ്മൾ പല പ്രാവശ്യം ഇട്ടതാണ്. കഴിപ്പ് വേണ്ടി വന്നാൽ വീണ്ടും ഇടാം. അങ്ങനെ ഇയാൾ പറയണ നാട്ടിക്ക് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അമ്മന്റെ പരാതിയും വിഷമവും. കാരണം നൊന്തുപെറ്റ് വളർത്തിയൊരു മകനല്ല, ഏത് ജാതിയായാലും ഏത് മതമായാലും മാതൃഹൃദയം എന്ന് പറഞ്ഞാൽ മാതൃഹൃദയം തന്നെയല്ലേ. അതിനൊരു വിഷമം ഉണ്ടാവുമല്ലോ, വേദന ഉണ്ടാവുമല്ലോ. ഇത് ഏർവാടി എന്ന് പറഞ്ഞിട്ട് തലക്കെന്തോ ഒരു ശൈത്താൻ കയറിയിട്ട് മകനാണ് പോയതാണ്. 8-9 വർഷമായിട്ട് ഇയാൾ അമ്മ വിളിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് അമ്മന്റെ വിഷമങ്ങളും സങ്കടങ്ങളും പരാതികളും മാത്രമേ അമ്മക്ക് പറയാനുള്ളൂ. പക്ഷെ ഇയാൾക്ക് പോകാൻ നിവൃത്തില്ല. കാരണം എന്താ? മഹാന്മാരുടെ ഓർഡർ കിട്ടിയിട്ടില്ല. ബല മഹാന്മാർക്ക് എന്താ അമ്മ? ബല കേരളത്തിലെ ഏറ്റവും വലിയ മഹാനാളുള്ള ഒരു മടവൂര്. ആ മടവൂര് അയാളെ പെറ്റു വളർത്തിയ സ്വന്തം തള്ളനോട് വർഷങ്ങളോളം മിണ്ടിലാന്ന് ഇവരെ ചരിത്രത്തിലുണ്ട്. നമ്മൾ പല പ്രാവശ്യം ക്ലിപ്പിട്ടതാണ്. മിണ്ടിലാന്ന് മാത്രമല്ല, സലാം പറഞ്ഞിട്ട് പോലും മടക്കില്ല. അങ്ങനെ ചിലരുടെ സമ്മർദ്ദം മൂലം 3 വർഷത്തിന് ശേഷം സ്വന്തം മാക്ക് മടവൂർ സലാം മടക്കിയതിന്റെ പേരിൽ അയാൾ അതുവരെ അനുഷ്ഠിച്ചിരുന്ന ഇബാദത്തുകൾ മുഴുവനും ബാത്തിലായി എന്ന് ഈ കേരളത്തിലെ പുരോഹിത പിശാചുക്കൾ എഴുതിയിട്ടുമുണ്ട്, പ്രസംഗിച്ചിട്ടുമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വളരെ പോരിശയിൽ പറയുന്ന പുരോഹിത പിശാചുക്കൾ അവിടെ കേരളത്തിലുള്ളത് മുസ്ലിങ്ങളായ ആൾക്കാർ, മുസ്ലിം നാമധാരികള്. പിന്നുണ്ടോ ഏതോ ഒരു കൃഷ്ണന്റെ അമ്മന്റെ വേദനയിൽ പല മഹാന്മാർക്ക് വല്ല ബേജാറും? സഹോദരങ്ങളെ, എങ്ങനെയാണ് ഈ കൃഷ്ണൻ ഈ ശൈത്താനിയത്ത് ബാധിച്ചത്? ഇയാൾ ചെറുപ്പം മുതലേ ഈ ദർഗാ പരിസരത്ത് ചുറ്റിപ്പറ്റി വളർന്ന ആളാണ്. ഇയാൾ എന്ന് പറയട്ടെ. അവിടെയാണ് എൻ്റെ വീട്. അമ്പംകുന്ന് വീരാനവലി പാപ്പാൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങ് പോകണം എൻ്റെ വീട്ടിലേക്ക്. എൻ്റെ വീട് മുണ്ടക്കുന്ന് പറയും. പക്ഷെ വീട്ടിലൊന്നും ഞാൻ നിൽക്കാറില്ല. എന്നെ ചെറുപ്പത്തിലെ അമ്പംകുന്ന് വീരാനവലി പാപ്പാൻ്റെ ദർഗയിൽ വളർന്നതാണ് ഞാൻ. അവിടെയൊക്കെ ചോറുണ്ട് വളർന്നതാണ്. വീട്ടിലേക്കൊന്നും പോവില്ല. വീട്ടിലേക്ക് അധികം പോകില്ല. എപ്പോഴെങ്കിലും ഒന്ന് പോകും, അപ്പം തന്നെ ദർഗയ്ക്ക് വരും. കേട്ടില്ലേ? ചെറുപ്പം മുതലേ അമ്പംകുന്ന് ബീരാൻ പാപ്പുണ്ടല്ലോ, അച്ചങ്കായന്റെ ദർഗന്റെ പരിസരത്തിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി വളർന്നൊരു മനുഷ്യനാണ് ഇയാള്. ഫുൾ ടൈം അവിടെ തന്നെ ഇങ്ങനെ പെറ്റി കിടക്കുക. എപ്പോഴെങ്കിലൊക്കെ വീട്ടിൽ പോകും, തിരിച്ചങ്ങനെ തന്നെ പോകും. എന്നാൽ ആ ദർഗാ പരിസരത്ത് ഇങ്ങനെ മണത്ത് നടന്നതിന്റെ അവിടെ ഇങ്ങനെ പെറ്റി കിടന്നതിന് മനുഷ്യനാണ് ഈ കൃഷ്ണൻ. ഇയാൾക്ക് തലക്ക് ശൈത്താൻ കയറാൻ വേറെ വല്ല കാരണമാണോ? കാരണം ഒരു ശൈത്താന്റെ കേന്ദ്രത്തിൽ നിന്നും വലിയ ശൈത്താന്റെ കേന്ദ്രമായ ഏർവാടിയിലേക്ക് പിന്നെ അമ്പംകുന്ന് ബീരാപ്പാപ്പനെ ഇയാളെ റെഫർ ചെയ്തു. അങ്ങനെ വർഷങ്ങളായിട്ട് ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 10-13 വർഷമായിട്ടുണ്ടാവും ഇയാൾ ഈ ഏർവാടിയിൽ. ജീവനോടുണ്ടോ മരിച്ചോ എന്നറിയില്ല. എന്തായാലും ഇത്രയും വർഷങ്ങളായിട്ട് വീട് ഉപേക്ഷിച്ച്, അമ്മയെ ഉപേക്ഷിച്ച്, നാട് ഉപേക്ഷിച്ച്, കുടുംബത്തെ ഉപേക്ഷിച്ച് ഇയാൾ ഈ ഏർവാടി പരിസരത്ത് ഇങ്ങനെ പെറ്റി കിടക്കുകയാണ്. എന്നിട്ട് ഇയാളെ പെടുന്ന ഇങ്ങനെ കേരളത്തിൽ പോകുന്ന ഈ പുരോഹിത പിശാചുക്കളുണ്ടല്ലോ, മൊല്ലമാര്, കുബൂരി മൊല്ലമാര്, അയാളെടുത്ത് ഇങ്ങനെ മനസ്സിങ്ങനെ മണപ്പിച്ചിങ്ങനെ ഭക്തിയോട് കൂടി ഇങ്ങനെ അയാളെ മുന്നിൽ നിന്ന് കഥകളും പറയിപ്പിച്ച് പാട്ട് പാടിക്കുന്ന എത്രയോ വീഡിയോസ് യൂട്യൂബിലുണ്ട്.
ഇയാളെ വലിയായി കാണുന്ന ആൾക്കാരുണ്ടെന്ന് ഇയാൾ പറയുന്നുണ്ട്. അത് ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാ. എന്നിട്ട് ഇയാളെ വലിയ ആദരവിൽ കാണുന്ന ഈ മുസ്ലിയാക്കന്മാരുണ്ടല്ലോ, ഇവരിങ്ങനെ കൊണ്ടേക്കാണ്ട് ഇയാൾ ഈ ഔലിയാക്കൾ എന്ന് പറയുന്ന ഈ അമ്പംകുന്ന് ബീരാപ്പാപ്പ, അതുപോലെ തന്നെ ഏർവാട് ഇബ്രാഹിം ബാദുഷ, ഇവരെ കുറിച്ചൊക്കെ ഇങ്ങനെ മനോഹരമായിട്ട് ഇയാൾ പാട്ട് പാടും. ആ പാട്ട് കേട്ട് ആസ്വദിക്കാനും അതിൽ നിന്നും ബർക്കത്തെടുക്കാനും ഇവിടുന്ന് തലയിൽ കെട്ടിയ മൊല്ലമാര് ഇയാളെ മുമ്പിൽ ഇങ്ങനെ ഭക്തിയിൽ ഇരിക്കേണ്ടത് കാണാം. കേട്ടോളി. അന്ന് ഞാൻ ഒലിയാടെ പരിചയപ്പെട്ട ദിനം പൊന്നോണം പിറന്ന പോലായി. എന്റെ ഊണിലും ഉറക്കിലും മറക്കുമോ ഞാൻ ആ കാര്യം, അത്രയും വിലപ്പെട്ടതായി. അന്നു ഞാൻ ഒലിയാരെ പരിചയപ്പെട്ട ദിനം പൊന്നോണം പിറന്ന പോലായി. എന്റെ ഊണിലും ഉറക്കിലും മറക്കുമോ ഞാൻ ആ കാര്യം, അത്രയും വിലപ്പെട്ടതായി. ഏറിയ കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിലും കാര്യപ്പെട്ടതൊന്നുമില്ല. അതിൽ ഗതിച്ച് നടക്കുമ്പോഴൊരു ദിനം കണ്ടുമുട്ടി ഗതത്തെ തീർക്കും വീരാനൗലിയ. സിദ്ധരിൽ സിദ്ധരാണെന്നവരെ ഞാൻ ഉറച്ചു, സൽക്കർമ്മം ചെയ്യുന്നതും കണ്ട് കണ്ട് പഠിച്ചു, സന്മാർഗ വഴി അവരോതുന്നതും ഗ്രഹിച്ചു, സന്താപമൊതുക്കി ഞാൻ കവിതകൾ കുറിച്ചു. അന്നു ഞാൻ ഒലിയാരെ പരിചയപ്പെട്ട ദിനം പൊന്നോണം പിറന്ന പോലായി. എന്റെ ഊണിലും ഉറക്കിലും മറക്കുമോ ഞാൻ ആ കാര്യം, അത്രയും വിലപ്പെട്ടതായി. കണ്ടിലെ സഹോദരങ്ങളെ, താലികെട്ടും കിട്ടിയ താടിമാറന്മാര്, താരൻ്റെ ഒരു ഗ്രാമ തലച്ചോറില്ലാത്ത ഹാംകിങ്ങള് അവിടെ അയാളെ മുമ്പിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അയാൾ പാട്ട് ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇത്ര ഭക്തിയിൽ അവരിയ്ക്കണത്. ഇതൊക്കെ ഒരു മഹലിനെ നയിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ദീനി പ്രചാരകരായ മൊല്ലമാരാണിത്. ഇവരാണ് ഈ സമുദായം ഉപ്പും ചോറും വെള്ളവും കൊടുത്ത് പോറ്റുന്നത്, തീറ്റി പോറ്റുന്നത്. ഈ ഹംകിങ്ങളെ കയ്യിൽ നിന്ന് എന്ത് ദീനാണോ ഇവിടെ കിട്ടാനുള്ള ജനങ്ങൾക്ക്? എന്നിട്ട് ഇങ്ങനെ പോയിരിക്കുന്ന ഉസ്താദുമാര്, ശൈഖുനമാര്, സക്കാഫിമാര്, അല്ലെങ്കിൽ വലിയ വലിയ ബിരുദമുള്ള ആൾക്കാരാണ് ഈ പോയിരിക്കണത്. കൊണവയറും തടവിയിട്ട് ഇങ്ങനെ, കൊമ്പയും തടവിയിട്ട് ഇങ്ങനെ, നാട്ടുകാർ അന്നം തിന്നിട്ട് ഇങ്ങനെ തടി ചീർത്തിട്ട് ദുർമേധസ് വന്നിട്ട് ഇങ്ങനെ താരീകെട്ടും കെട്ടിട്ട് ഈ ഹാംകിങ്ങള്, ഈ മോല്ലമാര്, പുരോഹിത പിശാചിക്കള്, ഈ വക തലക്ക് വെളിവില്ലാത്ത, അരക്കാതെ കുളിക്കാതെ നടക്കുന്ന, നഖം വെട്ടാതെ നടക്കുന്ന, പല്ലു തേക്കാതെ നടക്കുന്ന ഈ ബാണ്ടക്കെട്ടുകൾക്ക് മുമ്പിൽ പോയിട്ട് ഇങ്ങനെ ഭക്തിയോടിരിക്കുക ഈ മൊല്ലമാരിങ്ങനെ ചെയ്യുമ്പോൾ സാധാരണക്കാരെ കഥ പറയാണ്ടോ? അപ്പൊ സാധാരണക്കാര് കുറെ ആൾക്കാർ, ഓ ഏർവാടിയുണ്ട് ഒരു കൃഷ്ണൻകുട്ടിയേട്ടന്, ചില ആൾക്കാർ പേരായി തന്നോ, പിന്നെ വേറെന്തൊക്കെ വിളിക്കലുണ്ട് ഇയാള്. ആ മഹാനവർകളാണ് മൂപ്പര് ഔലിയാക്കളെ സ്നേഹിച്ച് ഔലിയാക്കളെ പേരിൽ പാട്ടുപാടി നടക്കുന്നൊരു വലിയാണ് എന്ന് പറഞ്ഞു നടക്കുന്ന തലക്ക് വെളിവില്ലാത്ത കുബൂരികളുണ്ട്. ഇയാളെന്നെ പറയുന്നുണ്ട്, ഞാൻ പാട്ട് അടിച്ചിട്ട് ഔലിയാവോ എന്ന് ഇയാളെന്ന് ചോദിക്കുന്നുണ്ട്. കേട്ടോളി. ഔലിയാക്കന്മാരെ പാട്ടുപാടിയൊക്കെ ഔലിയാക്കളായിരിക്കും. ഇല്ല ഇല്ല, അപ്പൊ ജനങ്ങൾക്ക് മൊത്തം ഭ്രാന്താണ്. കാരണം മണ്ടയ്ക്ക് വെളിവില്ല. അല്ല, പറയണവർക്കൊക്കെ ഭ്രാന്ത്. അല്ലാതെ ഒരു പാട്ട് പാടി പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ ഔലിയാകും? ഇല്ല ഇല്ല. ഒരു ഔലി ആകണമെങ്കിൽ എത്ര കഴിവുണ്ടെന്ന് അവർ, എത്ര കഷ്ടപ്പാടുണ്ട്, എത്ര ത്യാഗം സഹിക്കണം, എങ്ങനെയാണ് ഔലി ആവണമെന്ന് അവർക്ക് മനസ്സിലാവും, അറിയും. ഇല്ല, അതറിയില്ല. പിന്നെ പിന്നെ അറിയെങ്കിലല്ലേ പറയുള്ളൂ. അതും ആൾക്കാർ വെറുതെ എന്തെങ്കിലും ഉണ്ടാക്കി ഇങ്ങനെ കൂട്ടണം അല്ലേ? നീയേ ഒരു കാര്യം പറയാ, എന്താ പറയാ, സിറാത്ത് പാലം കടക്കാതെ സ്വർഗത്തിൽ എത്താനുള്ള ടോക്കൺ കൃഷ്ണേട്ടൻ കൊടുക്കുന്നുണ്ട് അറിയാം. സിറാത്ത് പാലം കടക്കാതുള്ള സ്വർഗത്തിൽ എത്താനുള്ള ടോക്കൺ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അറിയാം. അപ്പൊ അവിടെ ഓടിയെത്തിക്കോളും. അങ്ങനത്തെ ജന്തുക്കളാണ് മനുഷ്യന്മാരെ. അന്തെന്ന് പറയുന്ന 5 കാശിന് വെച്ച് തേച്ചിട്ടില്ല മേത്തുക്കുടിയെ. എനിക്ക് ഈ സാധുവിനോട് ആകെ ബഹുമാനം തോന്നിയ ഒരു ഭാഗത്താണ് എന്ത്, ഇയാൾ പറയണേ, ഞാൻ ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് ഞാൻ നിരന്തരം ഒരു പാട്ട് പാടുന്നുണ്ട്. ആ പാട്ട് പാടിയതിന്റെ പേരിൽ എന്നെ കുറെ ആൾക്കാർ പിടിച്ച് ഔലിയാക്കാണ്. അപ്പൊ ആരെങ്കിലും ഇവിടുന്ന് പോണ ആൾക്കാരൊക്കെ കൃഷ്ണേട്ടന ഔലിയ എന്ന് വിളിച്ച് ഇങ്ങനെ മൂട് മനസ്സ് നടക്കുന്നുണ്ടാവും. അവർക്ക് പിന്നെ തിരുമ്പാതെന്നാലും കുളിക്കാതെന്നാലും തൂരെ ചന്തിയാകാതെന്നാലും നഖം പൊട്ടാതെന്നാലും പല്ലേക്കാതെന്നാലും ഒന്നും കുഴപ്പമില്ലല്ലോ, ഒരു ബാണ്ടക്കെട്ടായ മതിയല്ലോ. പല ഔലിയാക്കൾ മിക്കവാറും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ കൃഷ്ണേട്ടൻ ഔലിയാറുണ്ട്, ഇയാൾ മുത്തുണ്ടാവും, ഇയാളേക്ക് ഒന്ന് ബർക്കത്തെടുക്കാൻ നോക്കുന്നുണ്ടാവും. അപ്പൊ ഇയാൾ പറയാണ്, ഇയാളെന്നെ തടിയാണ്, എടോ ഞാൻ ഒരു പാട്ട് പാടിച്ചിട്ട് ഞാൻ ഔലിയാവുമോ? ഞാൻ അതാണ് സഹോദരങ്ങൾ ആദ്യം പറഞ്ഞത്. ഇവിടുത്തെ കാന്തപുരത്തിനെക്കാട്ടിയും കുറച്ച് നിലവാരം പക്വതുള്ള മനുഷ്യനാണ് ഈ കൃഷ്ണൻ. കോലം നോക്കണ്ടെങ്കില്, കാന്തപുരത്തിന്റെ വെള്ള വസ്ത്രം ഇയാളുടെ കുറച്ച് ഈങ്ങിച്ചടച്ച വസ്ത്രമാണ് നോക്കണ്ട, ആ വ്യത്യാസം നോക്കണ്ട. ഇയാളുടെ ഈ രൂപത്തെക്കാളും വിശ്വാസത്തെക്കാളും വൃത്തികെട്ട മലിനമായ വിശ്വാസവും നിലപാടുള്ള ആളാണ് കാന്തപുരം. വെറുതെ പറയല്ല. ഈ കൊല്ലം ജില്ലയിൽ ഓച്ചിറയിലുണ്ടായിരുന്ന ഒരു ഭ്രാന്തണ്ടായിരുന്നു, ഓച്ചിറ ദാമോദരൻ കുപ്പസ്വാമി. ആ കുപ്പസ്വാമി ഈ കൃഷ്ണന്റെ നിലവാരം പോലും ഇല്ലാത്ത മനുഷ്യനായിരുന്നു. സ്വയബുദ്ധി ഇല്ലായിരുന്നു, ഔറത്തും കാട്ടി നഗ്നതയും കാണിച്ച് നടന്നിരുന്ന ഒരു ഭ്രാന്തൻ. ആ ഭ്രാന്തനെ പിടിച്ച് ഔലിയാക്കിയിട്ട്
ആ ഭ്രാന്തന്റെ ജാറ ഉദ്ഘാടനം ചെയ്ത ആളാ കാന്തപുരം. അപ്പൊ കാന്തപുരം വെച്ച ഇയാളെ മെച്ചം. ഈ സാധു ചോദിക്കുകയാണ്, ഇവിടെ ഒരു ഔലിയാകണമെങ്കിൽ എത്ര കഷ്ടപ്പാടുണ്ട്. ഇയാൾക്ക് അതിനെക്കുറിച്ച് ചെറിയ ധാരണ ഉണ്ട്. ഇസ്ലാമിൽ വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കഷ്ടപ്പെടണം എന്നുള്ളത്. പക്ഷെ സമസ്തക്കാർക്ക് വല്ല കഷ്ടപ്പാടുണ്ട് ഔലിയാകണമെങ്കിൽ? സമസ്തക്കാർക്ക് ഔലിയാകണമെങ്കിൽ ഒരു പണിയില്ല. എന്ത്? ഇസ്ലാമിലെ വലിയാകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സാധാരണ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ അധികരിപ്പിക്കണം. എന്നാൽ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയാകണമെങ്കിൽ അധികരിപ്പിക്കേണ്ട കാര്യമില്ല, ഒഴിവാക്കേണ്ട കാര്യമുള്ളൂ. കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ ശരാശരി മനുഷ്യൻ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ സമസ്തന്റെ വലിയാകുക സിമ്പിളാണ്. എന്താ? നിസ്കാരം ഒഴിവാക്കുക, നോമ്പ് ഒഴിവാക്കുക, ഇബാദത്തുകൾ ഒഴിവാക്കുക, മനുഷ്യന്മാരുടെ സമ്പർക്കം ഒഴിവാക്കുക, കുടുംബത്തിനുള്ള ബന്ധം ഒഴിവാക്കുക, കുളിക്കൽ ഒഴിവാക്കുക, തിരുമ്പൽ ഒഴിവാക്കുക, പല്ലുതേക്കൽ ഒഴിവാക്കുക, തൂടിയ ചന്തകൾ ഒഴിവാക്കുക, മൂത്രവിശ മനരിക്കൽ ഒഴിവാക്കുക. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഒഴിവാക്കി ഒരു ജടക്കെട്ടായിട്ട് ഇങ്ങനെ ഒരു ബാണ്ടക്കെട്ടായി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ സമസ്തക്കാരെ വലിയായി. പക്ഷെ ഇയാൾ പറയാ അതുപോരാ, ഔലിയാകണമെങ്കിൽ എന്തെല്ലാം ത്യാഗം സഹിക്കണം. ഇതാ ഞാൻ പറഞ്ഞത്, ഇയാളുടെ ഈ കോമൺ സെൻസ് പോലും കേരളത്തിലെ കാന്തപുരം മുതൽ താഴോട്ടുള്ള കുബൂരി മൊല്ലമാർക്കില്ല. ഇല്ല ഇല്ല, സത്യമാണത്. എന്നിട്ട് ഈ കുബൂരികളെ ഇയാൾ പരിഹസിക്കുകയാണ്. ഇയാൾ എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾ നാളെ പറയാനേ ഇവിടെ സിറാത്ത് പാലം കടക്കാതെ സ്വർഗത്ത് പോകാനുള്ള ടോക്കൺ കൃഷ്ണേട്ടൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എണ്ണം പടങ്ങി വന്ന് കണ്ട് കൂടിക്കോളും. അങ്ങനത്തെ ജന്തുക്കളാണ് ഇവിടെ വരുന്നത്. ഈ കേരളത്തിൽ നിന്ന് വരുന്ന ഈ കുബൂരി പുരോഹിതന്മാരെ കുറിച്ചാണ് ഈ പറയണത്. അങ്ങനത്തെ ജന്തുക്കളാണ്. ഒരെണ്ണത്തിന് ഒരു ഗ്രാമ തലച്ചോറില്ല. എത്ര സത്യസന്ധമായ കൃത്യമായ നിരൂപണമാണ് ഇയാൾ നടത്തുന്നത്. ഇയാൾക്ക് 100-ൽ 100 മാർക്ക്. സഹോദരങ്ങളെ, ഈ മനുഷ്യനെന്ന് പറഞ്ഞാൽ അമുസ്ലിമായ മനുഷ്യനാണ്. ഇയാൾക്ക് ദീനിന്റെ ഏതൊക്കെ കാര്യങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നിർബന്ധമായും പരിപാലിക്കണം എന്ന് അറിയില്ലോ. ഇയാൾക്ക് ആകെ ഒരു ക്വാളിറ്റി എന്താണ് ഈ മൊല്ലമാര് കാണുന്നത്? ഈ ഔലിയാക്കളെ സ്നേഹിച്ചിട്ട് ആ ജാറത്തങ്ങ് തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു, പിന്നെ കുറച്ച് പാട്ട് പാടുണ്ട്. ഇതാണ് ഈ കേരളത്തിലെ കുബൂരികൾ ഇയാൾക്ക് കണ്ട ആകെ ക്വാളിറ്റി. അതുകൊണ്ട് തന്നെ ഇയാളെ വായിൽ നിന്നും വരുന്ന ഇസ്ലാമിക വിരുദ്ധമായ പല കാര്യങ്ങളെയും വലിയ വേദവാക്യമായി അംഗീകരിച്ചുകൊണ്ട് അതിന് ചെവി കൊടുത്തിരിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കുബൂരികളാണ് ഇവിടുന്നാണ് ഏർവാടിക്ക് പോണത്. കേട്ടോക്കി ഇയാളെ ചില സംസാരങ്ങളും അത് ആസ്വദിച്ചിരിക്കുന്ന കുബൂരിക്കൂട്ടങ്ങളും. മനസ്സിലായോ? സ്വർഗത്തേക്ക് പോകണമെങ്കിൽ നല്ല നന്മ ചെയ്യണം. അതിനും നമ്മളെ കൊണ്ടാവൂല. അപ്പൊ ഇച്ചോല സ്വർഗം വേണ്ട, നരകം വേണ്ട. അത് 2 ഓലന്റെ അടുത്തോട്ടെ. ഈ ഉണ്ടാക്കി ഇങ്ങോട്ട് വിട്ടോനെ ഈ എന്താ ചിഞ്ചാന്ന് വെച്ചൊന്ന് നോക്കാം. ഓനെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് നോക്കാനാ ഞാൻ ചോല സ്വർഗം വേണ്ട, നരകം വേണ്ട. ആര് കച്ച കൊടുത്തോട്ടെ, ഞാനതിന് കച്ചറക്കില്ല വയറ്റിന്. നരകത്തിന് വേണ്ടി നരകത്തിൽ പോണെങ്കിൽ തിന്മ ചെയ്യണം, ഒരുപാട് തിന്മ ചെയ്യണം. അതിന് നമ്മളെ ചെയ്യണില്ല. സ്വർഗത്തേക്ക് പോകണമെങ്കിൽ ഒരുപാട് നന്മ ചെയ്യണം, ഞാനത് ചെയ്യണില്ല. അപ്പൊ ബല എന്താ കാട്ടുക നിച്ചൊന്ന് നോക്കണല്ലോ. അടുത്തറപ്പിന്നേട്ട് ഒരു വജ്ജ് കാണണല്ലോ. അയാളൊക്കെ വിട്ടിക്കണ്. അപ്പൊ അയാൾ എന്താ വജ്ജ് കാണുന്നതെന്ന് നോക്കാൻ വേണ്ടിട്ടാ ഞാൻ കുത്തിരിക്കണേ. അല്ല തമാശ അറിയല്ല, അങ്ങനെയും വേണ്ടേ? ഇത് 2 പണിക്ക് നമ്മളെ കൊണ്ടാവൂലെങ്കിൽ പിന്നെ അവളെ എന്താ കാട്ടുക? നമ്മളെ എടുക്കാ പോവുക. വയസ്സ കോയങ്ങട്ടെ, എന്തിനെങ്ങനെ വിട്ടു? വർഷം തന്നെ കോയങ്ങണ്ടതേ, അപ്പൊ നമ്മളാ കോയങ്ങണ്ട്. അത് ശരി, നമ്മള് കോയങ്ങാനും കിട്ടി പോന്നു. കോയങ്ങേണ്ടത് അയാളാണ്. സർവ് ഗണി ഓലിക്കാ വേണ്ടത്, ഞമ്മക്കല്ല. ഓല് ഗണി കുടിക്കണം, നമ്മള് കുടിക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെയാണ് കഥ. നരകത്തിന് വേണ്ടിട്ട് തിന്മ ചെയ്യണം. ഒരുപാട് തിന്മ ചെയ്താൽ നമുക്ക് നരകത്തേക്ക് പോകാം, നരകത്തിൽ തള്ളും. അതിനാണ് നമ്മള് തിന്മ ചെയ്യണില്ലല്ലോ. അപ്പൊ പിന്നെ എന്താ? പിന്നെ നരകത്തിൽ ഇടാൻ പറ്റുമോ? സ്വർഗത്തേക്ക് പോകണമെങ്കിൽ ഒരുപാട് നന്മയും ചെയ്യണം, അതും നമ്മള് ചെയ്യണില്ല. അപ്പൊ എങ്ങനെ നമ്മളെ സ്വർഗത്തേക്ക് കൊണ്ടുപോകാം? അപ്പൊ നമ്മള് സ്വർഗത്തേക്കും പോകണില്ല, നരകത്തേക്കും പോകണില്ല. ഓലെടുത്തോട്ടെ, ഓല പിന്നെന്താ ഓല് കാട്ടാന്നെന്താ അറിയണല്ലോ. അത് 2ഉം ചെയ്യാത്ത മനുഷ്യനാണല്ലോ. അതിനാ ഞാൻ കുത്തിരിക്കണേ. എന്നാ ചിലപ്പോ നടുക്ക് കടത്തിക്കാരം, സ്വർഗത്തിന്റെ നരകത്തിന്റെ നടുക്കല്. കാരണം ഞാൻ 2ഉം ചെയ്തിട്ടില്ലല്ലോ. അങ്ങോട്ടും വിൽക്കാൻ പറ്റില്ല, അങ്ങോട്ടും വിൽക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ബജ്ജാള് കാണായിരിക്കും. അങ്ങനെയൊക്കെ കേട്ടില്ലേ സുഹൃത്തുക്കളെ? അള്ളാഹുവിനെ കുറിച്ച് അടിസ്ഥാനപരമായ ഒരു ബോധവുമില്ലാത്ത, തലക്ക് ശൈത്താൻ ബാധിച്ച ഒരു അമുസ്ലിമായ മനുഷ്യൻ അയാളെ വിവരക്കേട് ഇങ്ങനെ വിളിച്ചു പറയാണ്. അപ്പൊ ഈ ചുറ്റിരിക്കണ ഈ കുബൂരികളുണ്ടല്ലോ, അതിൽ ആണും പെണ്ണും മോലിയന്മാരും എല്ലാവരും ഉണ്ട്. അവരിങ്ങനെ വല്ല കോമഡി കാണുന്നമാരിങ്ങനെ കോമഡി കേൾക്കണ പോലെ ഇരുന്നിങ്ങനെ കക്കേറ് നിർത്താതെ ഇളിക്കുകയാണ്. എന്താ? അള്ളാനെ പരിഹസിക്കുമ്പോ എന്താ അയാൾ പറയണത്? സ്വർഗത്ത് പോകണമെങ്കിൽ കുറെ നന്മ ചെയ്യണം, നരകത്ത് പോകണമെങ്കിൽ കുറെ തിന്മ ചെയ്യണം. ഇത് 2ഉം ഞാൻ ചെയ്യണില്ല. ഞാൻ സ്വർഗത്ത് പോകാൻ മാത്രമുള്ള നന്മയും ചെയ്യണില്ല, നരകത്ത് പോകാൻ മാത്രമുള്ള തിന്മയും ചെയ്യണില്ല. അപ്പൊ പടച്ചോൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യും? അപ്പൊ അവിടുന്ന് ബാക്കിന്ന് ഒരു കുബൂരി പെമ്പറന്നോള് പറയാണ്, ആ പടച്ചോൻ കൊയങ്ങോലോ നിങ്ങളെ കൊണ്ട്. ആരെ കുറിച്ചാണ് ഇവന്മാരി പറയണത്? അള്ളാനെ കുറിച്ചാണ്. അപ്പൊ ഇയാള് പറയാം, ആ കൊയങ്ങണം,
ഇന്നങ്ങോട്ട് പറഞ്ഞേച്ചോ തന്നെയല്ല കോയങ്കണ്ടി, ഞാനാ കോയങ്കണ്ടി, ഒരു അള്ള കോയങ്ങണം. അത് കേട്ടിട്ട് ഈ കുബൂരികള്, ഈ ദജ്ജാലുകള്, ഈ ആണും പെണ്ണും കൂടിക്കലർന്ന ഈ ദജ്ജാലുകള്, ഈ പുരുഷ ദജ്ജാലുകളും ഈ വനിതാ ദജ്ജാലുകളുണ്ടല്ലേ, ഇളിക്കണിരുന്നിട്ട് ചുറ്റുഭാഗത്തിരുന്നിട്ട് ഇങ്ങനെ ഇളിക്കുക. എന്താണ് ഇവർക്കൊക്കെ ദീനിനെ കുറിച്ചുള്ള ബോധം, അള്ളാഹിനെ കുറിച്ചുള്ള ബോധം എന്താ, ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവെന്താണോ? 100 കൊല്ലായി സമസ്ത ഇവിടെ ഇങ്ങനെ തേരാപ്പാര നടന്നിട്ട് ഇവിടെ ഇങ്ങനെ ദീനിന്റെ നടുക്കണ്ടായി പ്രവർത്തിക്കണമെന്ന് ഇപ്പൊ കാസർഗോഡ് കുനിയെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇങ്ങനെ 3-4 മാസമല്ലായിട്ടുള്ളൂ. എടോ, നിങ്ങൾ പഠിപ്പിച്ചു വളർത്തിയ ഒരു ഖൗമിന്റെ അടിസ്ഥാനപരമായ അറിവാണിത്. ഈ ജഹാലത്തുകള്, ഈ കുഫ്രിയത്തിന്റെ വാചകങ്ങള് മനസ്സിലാക്കിയോ? സമസ്ത എന്ത് പിണ്ണാക്കുണ്ടാക്കി എന്നാണ് കൂടി പറയണത്. ഇതുപോലെ അള്ളാഹിനെ കുറിച്ചും ദീനിനെ കുറിച്ചും അടിസ്ഥാനപരമായ ഒരറിവുമില്ലാത്ത കുറെ ജാഹിലുകളെ പെറ്റുപോറ്റിയതാണോ സമസ്ത ചെയ്ത സേവനം തന്നെ? സഹോദരങ്ങളെ, ഇങ്ങനെ കുറെ പിരിവെട്ടിയ, ശൈത്താൻ ബാധിച്ച് തലക്ക് ഒഴിവ് നഷ്ടപ്പെട്ട് കുറെ അരപ്പിരിയും മുഴുപ്പിരിയുമുള്ള ഭ്രാന്തന്മാരാൽ സമ്പന്നമാണ് ഈ ഏർവാടി എന്ന് പറയുന്ന ശൈത്താന്റെ കേന്ദ്രം. ഏർവാടിക്കാണ് ചെന്നെടുത്താൽ മതി. എത്ര പഴക്കമുള്ള രോഗം ഇബ്രാഹിം ബാദശന്റെ ദർഗന്റെ മുന്നിൽ നിന്ന് പോയിട്ട് ഒന്ന് ഏങ്ങിക്കരഞ്ഞ് കഴിഞ്ഞാൽ മാറുന്നതാണ് ഇവിടെ ഈ സിയാറത്ത് ടൂറിന് കൊണ്ടുപോണ ഈ കുബൂരി മൊല്ലമാർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാലോ സുഹൃത്തുക്കളെ, ഈ ഏർവാടി ദർഗയിൽ പോയിട്ട് രോഗം മൂർച്ഛിച്ച് വർഷങ്ങളായിട്ട് അവിടെ അട്ടിപ്പേറ് കിടക്കുന്ന അന്ധവിശ്വാസികളാണ് കൂടുതലും. അവിടെ പോയിട്ട് രോഗം മാറാത്ത സംഭവങ്ങളാണ് കൂടുതലുള്ളത്. ഇത് നമ്മൾ പറയല്ല, ഇതിനെക്കുറിച്ച് വ്ളോഗ് ചെയ്ത ആൾക്കാരനെ പറയട്ടെ. ഇവിടെ ഞാൻ എന്താ പറയുക, നമ്മളെ കോട്ടയം ജില്ലയിലുള്ള ഒരു ചേച്ചിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ചേച്ചി 26 കൊല്ലമായിട്ട് കൂടാണ്. അവരെ മകനും മറ്റെന്താ പറയുക, അവരെ ഹസ്ബൻഡിനും ഇങ്ങനത്തെ എന്തോ അസുഖം കയറിയിട്ട് ഇവിടെ 26 കൊല്ലമായിട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ അസുഖം മാറിയിട്ടില്ല. ചിലവർക്ക് വേഗം മാറും, 6 മാസം കൊണ്ടൊക്കെ മാറിപ്പോകുന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ വേറൊരു ആളുണ്ട്, കണ്ണൂരുള്ള ഒരു അബൂബക്കർ എന്ന് പറഞ്ഞ ആൾ. അവരെ എന്താ പറയുക, അവരെ മകന് അസുഖമായിട്ട് അവരും ഒരു 2 കൊല്ലമായിട്ട് അവരും ഇവിടെ ഉണ്ട്. ഈ കാണുന്ന ആളാണ് അബൂബക്കർ എന്ന് പറഞ്ഞ ആള്, അവരും ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ, 26 കൊല്ലായിട്ട് കോട്ടയത്തുള്ള ഒരു ചേച്ചി മോനും അവിടെ അട്ടിപ്പേറ് കിടക്കാണ്, അവിടെ പെറ്റി കിടക്കാണ്, അസുഖപ്പോഴും മാറിയിട്ടില്ല. പിന്നെ കണ്ണൂരിലുള്ള അബൂബക്കർ, അയാളും കൊല്ലങ്ങളായിട്ട് അസുഖം മാറാതെ അവിടെ കിടക്കുകയാണ്. ഇവര് സാധാരണ എന്താ പറച്ചിലെന്നറിയോ, അവിടെ പോയാൽ മതി, ഇബ്രാഹിം ബാദശാനെ ഓർത്താൽ മതി. അന്ന് രാത്രി സ്വപ്നത്തിൽ വന്നിട്ട് ഹക്കീം ഡോക്ടറും ഇബ്രാഹിം ബാദുഷും കൂടി അവർ അസുഖം മാറ്റിയിട്ട് പറഞ്ഞേക്കുന്നതാണ്. സഹോദരങ്ങൾ, 95% അസുഖം മാറാതെ അവിടെ നിരന്തരമായി ഇവിടുന്ന് അരപ്പിരിയായിട്ടാണ് പോവും, മുഴുപ്പിരിയായിട്ടാണ് കൂടും. അങ്ങനത്തെ ഭ്രാന്തന്മാരാണ് കൂടുതലുള്ളത്. ഇതൊക്കെ ഇതിന്റെ വിശ്വാസികളായ വ്ളോഗർമാർ ചെയ്യുന്ന വീഡിയോസാണ് ഇതൊക്കെ. ഞാൻ പറയാണ്, ചിലവരിതൊക്കെ അങ്ങനെയാണല്ലോ. ചിലവരിത് ശരിയാകും, ചിലവരിത് ശരിയാകൂല. കോട്ടയത്തുള്ള ചേച്ചിൻ്റെയും കണ്ണൂരിൽ അബൂബക്കറാക്കാൻ്റെയും തിരെ ശരിയായിട്ടില്ല. 26 കൊല്ലായി അങ്ങനെ വർഷങ്ങളായിട്ട് കിടക്കുന്ന രോഗികളാണ് 95%. ഒരു 5% ആൾക്കാർ ഇത് മാത്രം ചിലപ്പോൾ മാറും. അത് ഷെയ്ത്താനാണ് ഇറങ്ങിക്കൊടുക്കും തൽക്കാലം. കാരണം ഷെയ്ത്താൻ ഉണ്ടാക്കിയ അസുഖമാണെങ്കിൽ, ഷെയ്ത്താൻ ദേഹത്ത് കയറിയതാണെങ്കിൽ ഷെയ്ത്താനൊന്ന് ഇറങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരാശ്വാസം കിട്ടും. അടുത്ത മാസം പിന്നെയും പോയി അങ്ങനെ തന്നെ. അങ്ങനെ ഏർവാടിയുടെ അന്ധവിശ്വാസികൾ ഉണ്ടല്ലോ, അതിന്റെ അന്തേവാസികൾ കാലാകാലം ഈ അരപ്പിരി മുയിപ്പിരേറ്റിങ് ജീവിക്കുന്ന ആൾക്കാരാണ് 95%. ആർക്കാ അതുകൊണ്ട് ലാഭം? ഈ ദീർഘ ടെൻഡർ വിളിച്ചിട്ട്, ലേലം വിളിച്ചിട്ട് നടത്തുന്നതിന് നടത്തിപ്പുകാരുണ്ടല്ലോ, ഓൽക്കും. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കൊടവയറും താങ്ങിയിട്ട് 10 ധരിക്കാനുള്ള ഡ്രസ്സ് ഒരുത്തം തന്നെ നടക്കുന്ന മൊല്ലമാരുണ്ടാവുമല്ലോ, ഈ സിയാർത്ത് ടൂറിന്റെ അമീറന്മാര്. അണ്ടർവെയർ, പിന്നെ ഒരു ബനിയാന്, പിന്നെ ഒരു ജുബ്ബ, തുണി, തൊപ്പി, തൊപ്പിന്റെ മുകളിൽ ഒരു കെട്ട്, കെട്ടിന്റെ മുകളിൽ ഒരു പച്ചത്തുണി, തോളിൽ വേറൊരു പച്ചത്തുണി, കയ്യിൽ വേറൊരു പച്ചത്തുണി, അങ്ങനെ 10 ഡ്രസ്സും 10 ഇറച്ചിയും ശരീരത്തിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്ന സമുദായത്തിന്റെ അന്നം തന്ന് ചീർത്ത ചില പുരോഹിത പിശാചുക്കളുണ്ടല്ലോ, ഓൽക്കാണ് ഇതിന്റെ ലാഭം. സാധാരണക്കാരന് അവന്റെ ഈമാനും സമ്പത്തും നഷ്ടപ്പെടും, പല പെണ്ണുങ്ങൾക്കും ചാരിത്രം നഷ്ടപ്പെടും. അങ്ങനെയാണ് അവിടെ കുട്ടികളുണ്ടാകുന്ന കോലം. ഇത് വെറുതെ പറയല്ല സഹോദരങ്ങള്, ഇന്നും അവിടെ ചങ്ങലി കിടക്കുന്ന എത്ര ഭ്രാന്തന്മാരുണ്ടെന്ന് അറിയോ? കണ്ടോളി. അപ്പൊ നമ്മൾ ഇപ്പോൾ ഈ കാണുന്നതാണ് കാട്ടുപള്ളി മക്കാം എന്ന് പറയുന്ന ഒരു ദർഗ. അതായത് ഏർവാടി ദർഗയിൽ നിന്ന് ഏകദേശം 200 മീറ്ററിൽ താഴെ മാത്രം ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രസിദ്ധമായിട്ടുള്ള ദർഗയാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏർവാടിയിലെ പോലെ തന്നെ മാനസിക പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ചികിത്സ കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ് ഇത് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു ദർഗയുടെ കോമ്പൗണ്ടിന്റെ അകത്താണ് ഉള്ളത്. അപ്പോൾ ഇവിടെ രോഗികളെ ഇതുപോലെ തന്നെ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് കെട്ടി മരത്തിലൊക്കെ കെട്ടിയിട്ടിട്ടുള്ള ഒരു അവസ്ഥയിൽ ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് കിട്ടിയിരുന്നു.
രോഗികളുടെ കൂടെ നിൽക്കുന്ന ഇവിടെ കണ്ട ചില രക്ഷിതാക്കളോട് നമ്മൾ ചോദിച്ചു, മഴ വരാൻ നിൽക്കുന്ന ഒരു കാലാവസ്ഥ കണ്ടപ്പോൾ ഈ മഴ വരുന്ന സമയത്ത് നിങ്ങൾ ഈ മേൽക്കൂരയില്ലാത്ത ഈ ഒരു മരച്ചോട്ടിൽ കെട്ടിയിട്ട അവസ്ഥയിലുള്ള നിങ്ങൾ ഈ മക്കളെ എന്താണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അവർ പറഞ്ഞത് മഴ വന്നാലും വെയിൽ വന്നാലും അവർ ഈ മരച്ചോട്ടിൽ ബന്ധിക്കപ്പെട്ട രീതിയിൽ തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത്. അവർ ഈ മണ്ണിൽ മുഷിഞ്ഞ വസ്ത്രങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ഈ ഒരു അവസ്ഥയിൽ തന്നെ കിടക്കുക ചെയ്യുന്നത് എന്ന് പറഞ്ഞത് നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചു കേട്ടോ. ഏർവാടി ദർഗയെക്കുറിച്ച് മാത്രം പറയുന്നവർ ഇതൊന്ന് കണ്ടു നോക്കൂ. നമ്മളെപ്പോലുള്ള മനുഷ്യരെയാണ് ഇതുപോലെ മരങ്ങളിൽ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ച് വെച്ചിരിക്കുന്നത് കേട്ടാ. വെറും മണ്ണിൽ മുഷിഞ്ഞ രീതിയിലാണ് അവർ ഇരിക്കുന്നത്, നനഞ്ഞ മണ്ണിലാണ് അവർ ഇരിക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ്. വെയിലും മഴയൊക്കെ അവർ നേരിട്ട് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മണ്ണിൻ്റെയൊക്കെ അവസ്ഥ. നിങ്ങൾ മനസ്സിലാക്കുക, ഇത്തരം ഒരു കാടത്തം, ഈ ഒരു ചികിത്സ എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന ഈ ഒരു തെമ്മാടിത്തരം യഥാർത്ഥത്തിൽ ഒരു മതത്തിലും പെട്ടതല്ല. നിങ്ങൾ ഈ ചെയ്യുന്നത് കാലം നിങ്ങളെ ഇതിന് ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ വീഡിയോ ചെയ്ത ഒരു അന്ധവിശ്വാസിയല്ല, അയാൾ ഈ വിഷയത്തെ നിഷ്പക്ഷമായിട്ടാണ് നോക്കിക്കാണുന്നത്. അപ്പൊ കാണിച്ചു തരാണോ ഏർവാടിയിൽ ഈ ഇബ്രാഹിം ബാദുഷന്റെ ദർഗാ പരിസരത്ത് നൂറുകണക്കിന് ദർഗകളുണ്ടല്ലോ, അതിൽപ്പെട്ടൊരു ദർഗയാണിത്. അതിന്റെ 200 മീറ്റർ അടുത്തുള്ള അവിടെ ഇപ്പോഴും മാനസിക രോഗികളെ ചങ്ങലക്കിട്ടേക്കണ മരത്തില്, എന്നിട്ട് ചുട്ടുപൊള്ളുന്ന വെയിലാണെങ്കിലും കോരിച്ചെരിയുന്ന പേമാരിയാണെങ്കിലും ആ മഴയും വെയിലും കൊണ്ടിട്ട് ഇങ്ങനെ ഈ മാനസിക രോഗികൾ ആ ചങ്ങലയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാലം കഴിക്കുക. എന്തൊരു ക്രൂരതയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ഈ മാനസിക രോഗികളെ ചങ്ങലക്കിടാൻ പാടില്ല എന്ന് നിയമമുണ്ട്. മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് പ്രകാരം അത് കടുത്ത മാനുഷിക വിരുദ്ധവും നിയമവിരുദ്ധമാണ്. ഇവൽക്കെന്ത് നിയമം, ഇവൽക്കെന്ത് മാനുഷിക പരിഗണന? ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പോലും അംഗീകരിക്കാത്ത കുറെ ശൈത്താന്മാരാണ് ഇത്തരത്തിലുള്ള ദർഗാ നടത്തിപ്പുകാര്. ഓൽക്കെന്ത് ഇന്ത്യൻ നിയമം, ഓൽക്കെന്ത് ദീനിന്റെ നിയമം? എന്നിട്ട് എന്തിനാണ് സഹോദരങ്ങളെ ഇത്തരം മാനസിക രോഗികളെ ചങ്ങലക്കിട്ടിരിക്കുന്നത്? ഇത് കാണിച്ച ആളുകളിൽ പണം വേറെ പിടുങ്ങുക. കേട്ടോളി. ഈ ദർഗയുടെ പുറകിൽ എന്തൊക്കെയോ ചില ഉടായ്പുണ്ട് എന്നുള്ളത് മനസ്സിലായപ്പോൾ നമ്മളിവിടെ ഈ ഒരു ദർഗയുടെ സമീപത്ത് ഒരുപാട് വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് ചില പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരാളിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് രഹസ്യമായിട്ട് ചോദിച്ചറിയാനുള്ള ഒരു അവസരം ലഭിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ആ അവസരം മുതലെടുത്തു. മറ്റൊന്നുമല്ല, നമ്മൾ ഈ കാര്യങ്ങൾ വിശദമായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങളാണ് അദ്ദേഹം ഷെയർ ചെയ്ത് കേട്ടോ. മറ്റൊന്നുമല്ല, ഈ ദർഗയിൽ പ്രധാനമായി നടക്കുന്നത് മാനസിക രോഗമുള്ള ആൾക്കാരെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഈ രോഗികൾക്ക് ഇവിടെ നിന്ന് ചികിത്സയില്ലാതെ തന്നെ ചില മന്ത്രങ്ങൾ കൊണ്ടും മറ്റുമൊക്കെ സ്വപ്നത്തിലൂടെ ചികിത്സ ലഭിക്കുകയും അതേപോലെ തന്നെ സ്വപ്നത്തിൽ കൂടെ തന്നെ ഈ ചികിത്സയുടെ ഫലം കണ്ട് അവർ രോഗവിമുക്തരാവുകയും ചെയ്യുമെന്നൊക്കെയാണ് പറയപ്പെട്ടിരുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, മാനസിക രോഗികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറൻസി നോട്ടുകൾ കീറിയ അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് ഒരാൾ മറ്റുള്ളവർ സംഭാവന ചെയ്ത നോട്ടുകൾ കീറിയിട്ടുള്ളതാണ്. ഒരു മാനസിക രോഗമുള്ള ആൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എത്രത്തോളം അപകടകരമായ രീതിയിലാണ് ഇവരിവിടെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത്തരം ആൾക്കാരെ ഇവിടെ പ്രദർശിപ്പിച്ചാൽ മാത്രമേ അവർക്ക് ഇവിടേക്ക് ആൾക്കാർ വരികയുള്ളൂ. എന്തോ വലിയ ഫലസിദ്ധി ുള്ള സ്ഥലമാണിത് എന്ന് കാണിച്ചുകൊണ്ട് അവർ ഇതിലൂടെ പണം തട്ടുന്ന ഒരവസ്ഥയാണുള്ളത്. സുഹൃത്തുക്കളെ, ഈ ഏർവാടി ദർഗാ പരിസരത്ത് നടക്കുന്ന കാട്ടാളത്തത്തിന്റെ ചെറിയൊരു വിവരണമാണിത്. എന്താണ്? കുറെ മാനസിക രോഗികളോട് ചങ്ങലക്കിട്ടിട്ടുണ്ടാവും. അതിന്റെ അടിയിൽ മാനസിക രോഗം അഭിനയിക്കുന്ന കുറെ ആൾക്കാർ പോലും കൊടുന്നിടും. എന്നിട്ട് പ്രചരിപ്പിക്കണത് രാത്രി സ്വപ്നത്തിൽ വന്നിട്ട് ഇബ്രാഹിം ബാദുഷ വരും, എന്നിട്ട് ഇവരെ അസുഖം മാറ്റും, മന്ത്രത്താൽ അസുഖം മാറ്റും. എന്നിട്ട് ഇവര് ഈ മാനസിക രോഗികൾ എന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുവന്ന ആൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാരെ അസുഖം ഭേദമായിട്ട് നല്ല 4 ആളും 5 ആളും 6 ആളും ബലമായി പിടിച്ച് ചങ്ങൽക്കിട്ട് കൊണ്ടിരുന്ന ആളുകൾ അവിടെ നിന്ന് രാത്രി ഈ ഇബ്രാഹിം ബാദുഷന്റെ ദർഗാ പരിസരത്ത് കിടന്നിട്ട് കോളായിട്ട് ചങ്ങലൊക്കെ അയച്ചിട്ട് വളരെ നോർമലായി ആളുകളോട് സംസാരിച്ച് വർത്താനം പറയാൻ പോകും. അപ്പൊ മറ്റുള്ള ആളുകൾക്ക് കണ്ടു നിൽക്കുകയാണ്. അപ്പൊ ആരാണത്? ഇതുവന്മാര് ഭ്രാന്തന്മാരുടെ വേഷം കെട്ടിച്ച് കൊണ്ടുവരുന്ന നടന്മാര്. അങ്ങനെ തട്ടിപ്പ് നടത്തുക. അപ്പൊ അത് കണ്ടിട്ട് ഇവിടുന്ന് കുറെ മൊല്ലമാര് ഇവിടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും സമൂഹത്തിന് ശല്യമായിട്ട് അരപ്പിരിയായിട്ട് നടക്കുന്ന കുടുംബത്തിലെ ചില ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി തള്ളുക. അങ്ങനെ കൊണ്ടുപോയി ചങ്ങലക്കിടുക. എന്നിട്ട് ആ ഭ്രാന്തന്മാരെ കാണിച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ പൈസ തിരിച്ചതാ. ഇവർക്ക് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക്, ഈ ഭ്രാന്തന്മാർക്ക് ചികിത്സക്ക്, ഇവർക്ക് ഭക്ഷണത്തിന്, ഇവർക്ക് പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് പൈസ വേണം എന്നിട്ട് ഇവിടുന്ന് സിയാറത്ത് ടൂറിന് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ തലച്ചോറ് മരവിച്ച ഈ ഒറാഫി പെണ്ണുങ്ങള്, അവരേക്ക് എന്ത് പൈസ വാങ്ങാം. ഇത്തരത്തിലുള്ള തനി തമ്മാടിത്തവും കാടത്തവും, ഞാൻ പറഞ്ഞല്ലോ, വേശ്യാലയത്തെക്കാളും മദ്യഷാപ്പിനെക്കാളും വൃത്തികെട്ട സ്ഥലമാണ് ഈ ഏർവാടി ദർഗാ പരിസരം. ഇത് 1000 വട്ടം ആവർത്തിച്ച് പറയും. പൂർത്തിയായിട്ടുള്ള ഹുറാഫികള് എന്നെ തെറി പറഞ്ഞ് നിങ്ങളെ കരപ്പാണ് തീർക്കുകയും.
സുഹൃത്തുക്കളെ, ഇവിടെ ഭ്രാന്തന്മാർക്ക് മാത്രമല്ല എല്ലാ രീതിയിലുള്ള ഏത് അസുഖത്തിനും ചികിത്സ ഉണ്ട് എന്നാണ്. ഇവിടുത്തെ മെയിൻ ചികിത്സാരി ആരാണെന്നറിയോ? ഡോക്ടർ ഹക്കീം. ഞാൻ പറഞ്ഞല്ലോ, MBBS ഡോക്ടർ അല്ല. ഇബ്രാഹിം ബാദുഷ ഇന്ത്യയിൽ വന്നപ്പോൾ അയാളെ സംഘത്തിൽപ്പെട്ട ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവരെ ചികിത്സിക്കാൻ ഉണ്ടായിരുന്ന ആസ്ഥാന ഡോക്ടറാണത്രേ. അവിടെ തന്നെ ഒരു വൈരുദ്ധ്യം. ഇബ്രാഹിം ബാദുഷ എല്ലാ അസുഖങ്ങളും മാറ്റുന്ന ആളാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു എക്സ്ട്രാ ഡോക്ടർ വില കൊടുത്തല്, ഒരു എക്സ്ട്രാ വൈദ്യൻ? ഖുറാഫി കഥയിൽ ചോദ്യമില്ലല്ലോ. ഇരിക്കട്ടെ, അതാണ് ഈ ഡോക്ടർ അബ്ദുൽ ഹക്കീം. അവരെന്താ പറയട്ടെ? ഡോക്ടർ സയ്യിദ് അബ്ദുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിന്റെ വൈദ്യസംഘത്തിന്റെ തലവൻ. മദീനയിൽ രാജാവായിരിക്കെ ബാദുഷായുടെ കൊട്ടാര വൈദ്യന്മാരുടെ നേതാവും സുൽത്താന്റെ സന്തത സഹചാരിയുമായിരുന്നു ഡോക്ടർ അബ്ദുൽ ഹക്കീം. ആത്മീയ ചികിത്സയിലൂടെ ആയിരങ്ങൾക്ക് രോഗശാന്തി നൽകുന്ന ഈ മഹാനവറുകളുടെ കറാമത്തിന് മുമ്പിൽ ആധുനിക വൈദ്യശാസ്ത്രം പോലും അമ്പരന്ന് നിൽക്കുകയാണ്. ഓ, ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഇപ്പൊ അതല്ല പണി, നിങ്ങൾ ഈ കള്ളക്കറാമത്തിന് മുമ്പിൽ അമ്പരം നിൽക്കല്. അപ്പൊ ഡോക്ടർ അബ്ദുൽ ഹക്കീമാരാണ്. ഇബ്രാഹിം ബാദുഷ മദീനയിലെ രാജാവായിരുന്നത്ര. ഏത് കാലത്താണവോ? ആ രാജാവായ കാലത്ത് കൊട്ടാരൻ വൈദ്യന്മാരുടെ തലവൻ. എന്തിനാണോ എല്ലാ അസുഖത്തിനുമുള്ള മരുന്നായ ഒറ്റമൂലി ഇബ്രാഹിം ബാദുഷ ഉണ്ടാകുമ്പോൾ കൊട്ടാരത്തിൽ ഒരു വൈദ്യസംഘം, ആ വൈദ്യസംഘത്തിന്റെ നേതാവ്. ഏതായാലും ഇബ്രാഹിം ബാദുഷ ഇന്ത്യയിൽ വന്നപ്പോൾ ഡോക്ടർ അബ്ദുൽ ഹക്കീമും കൂടി ഇന്ത്യയിലേക്ക് മൂപ്പരെ കൂടെ പോന്നു. അങ്ങനെ ഒരു ഏർവാടിയിൽ വെച്ചിട്ട് മൂപ്പര മൗത്തായി. മൂപ്പര ചാറാണ് ഈ കാണുന്നത്. എന്ത് ഡോക്ടറാണെങ്കിലും മൂപ്പര പരിപാടി ചികിത്സ മുഴുവൻ സ്വപ്നത്തിലാട്ടാം. സ്വപ്നത്തിൽ ചികിത്സകൾക്ക് വേറെ കുറെ ലാഭങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഹക്കീം ഡോക്ടറുടെ സ്വപ്ന ചികിത്സ അണ്ണന്മാര് തന്നെ പറയട്ടെ. ഇപ്പോൾ സ്വപ്നത്തിൽ ഓപ്പറേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. നേരത്തെ വന്നിട്ട് ബ്രെയിൻ ട്യൂമർ സ്വപ്നത്തിൽ ഓപ്പറേഷൻ നടന്ന് അത് ഇവിടുത്തെ TV-യിൽ പിന്നെ മറ്റേ മലയാളത്തിലുള്ള മനോരമ പത്രത്തിൽ പിന്നെ എല്ലാത്തിലും വന്നിട്ടുള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇപ്പോഴും ഇവിടെ ഈ ഹല്ലറത്തിൽ വെച്ചിട്ട് രാത്രിയിൽ അഡ്മിറ്റും ഉണ്ട്. രോഗികൾ ഇവിടെ കിടന്നിട്ട് അഡ്മിറ്റായിട്ട് ഇവിടെ കിടക്കും. അവർക്ക് ഇപ്പോൾ രാത്രിയിൽ വന്നിട്ട് സ്വപ്നത്തിൽ ഓപ്പറേഷൻ നടന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഡോക്ടർ അബ്ദുൽ ഹക്കീമിന്റെ ജാറത്തിന്റെ ഉടമകളായ അതിന്റെ നടത്തിപ്പുകാരായ അണ്ണാച്ചി കുബൂരികൾ. ഓൻ പറയാണ്, ഇപ്പോഴും സ്വപ്നത്തില് ഇങ്ങനെ അബ്ദുൽ ഹക്കീം വന്ന് ചികിത്സ നടക്കുന്നുണ്ട്. എന്നിട്ട് ബ്രെയിൻ ട്യൂമറൊക്കെ ഉള്ള ആള് അങ്ങനെ സ്വപ്നത്തിൽ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തത് ചാനലിലൊക്കെ വന്നിരുന്നത്ര. എന്റെ ചാനലിൽ അണ്ണാച്ചി ഇന്ത ന്യൂസ് വന്നത് നമ്മ പാക്കലയെ. അപ്പൊ അണ്ണാച്ചിയാൽ ഓൽക്ക് പറ്റുന്ന കോലത്തിൽ ഓലും തള്ളുണ്ട്. ഈ മലയാളികളെ തള്ളൽ കേട്ടിട്ട് അങ്ങനെ തള്ളിവിടുകയാണ്. അപ്പൊ അതിന്റെ വിശദീകരണം ഒരു മലയാളി കുബൂരി പറഞ്ഞു കേട്ടോളി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് എന്ന് സലാം പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ, വെള്ളിയാഴ്ച പകലിലോ, നല്ല ദിവസം, നല്ല സമയം, നല്ല സ്ഥലത്ത് വെച്ച് ഞങ്ങളൊക്കെ കൈപിടിച്ച ഞങ്ങളെ മശായിഖന്മാരുടെ സാന്നിധ്യത്തോടെ ഞങ്ങളെ റൂഹ് പിടിക്കണേ അല്ലാഹ്. റബ്ബേ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ചോദിക്കാനുണ്ട്. എല്ലാ മുപ്പാപ്പ തങ്ങളെ തവസ്സുലാക്കി നിന്നെ ഏൽപ്പിക്കുകയാണ്. ഹക്കീം ഡോക്ടർ പാപ്പാന്റെ മക്കാമാണ്. 6666 ഏക്കറിൽ കിടക്കുന്ന വൈശ്വതാക്കള ഡോക്ടർ ഇബ്രാഹിം ബാദുഷ പാപ്പാന്റെ മെയിൻ ഡോക്ടറാണ്. ഇന്നും നമുക്ക് ഡോക്ടറാണ്. രാത്രി 10 മണി കഴിഞ്ഞ് സുബഹി വാങ്ങ് കൊടുക്കുന്നവരെ രോഗികൾ അഡ്മിറ്റുള്ള സ്ഥലമായിരുന്നു. ഇവിടെയാണ് സ്വപ്നത്തിൽ കൂടെ ഓപ്പറേഷൻ നടക്കുക. എത്രയോ വലിയ ഇതൊക്കെ എന്റെ അനുഭവ കഥത്തിലുള്ള രോഗമാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പൊ അങ്ങനെ എത്രയോ വലിയ നടക്കാത്തവരെ നടത്തിച്ചു. മക്കളാവൂല, ഗർഭപാത്രം ഇല്ല എന്നെല്ലാം പറഞ്ഞിട്ടും മക്കളെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ക്യാൻസർ പോലത്തെ രോഗത്തിന് സലാമത്ത് കൊടുത്തിട്ടുള്ള മജ്ലിസാണ്. അപ്പൊ എന്താണ് ഈ കള്ളക്കൂരി വിശദീകരിക്കുന്നത്? ഹക്കീം ഡോക്ടർ പാപ്പ ആരാ? ഹക്കീം ഡോക്ടർ പാപ്പ ഇബ്രാഹിം ബാദുഷന്റെ ഡോക്ടർ ആയിരുന്നു അത്രേ. എന്തിനാണ് ഇബ്രാഹിം ബാദുഷക്ക് ഡോക്ടർ? മൂപ്പർക്ക് അസുഖോ? കുറുന്തോട്ടിക്കും ബാധ? ലോകത്തുള്ള എല്ലാ ആളുകളെ അസുഖം മാറ്റി കൊടുക്കുന്ന ആളാ മൂപ്പര്. മൂപ്പർക്കും ഡോക്ടർ. ഇരിക്കട്ടെ, അങ്ങനെ ഈ ഉപ്പാപ്പാന്റെ ചികിത്സ ഉണ്ടല്ലോ, രാത്രി 10 മണി മുതൽ സുബി വരെയാണ് പല കലാപരിപാടികള്. അങ്ങനെ നടക്കാത്ത ആൾക്കാരൊക്കെ എണീറ്റ് പായാൻ തുടങ്ങി. അവിടെ വന്നിട്ട് എല്ലാ അസുഖങ്ങളും മാറും, ബ്രെയിൻ ട്യൂമർ മാറും. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടായി കൊടുക്കും. അത് നിങ്ങൾ ദർഗയിൽ പല സ്ഥലത്തും കുട്ടികളില്ലാത്തവർക്ക് ഇങ്ങനെ കുട്ടികൾ ഉണ്ടായി കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം വിവരങ്ങളൊക്കെ. ഇവിടെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് മിക്കവാറും ഈ ദമ്പതികൾക്ക് കുട്ടികളില്ലാത്തതിന്റെ ഒരു 90% കാരണം മിക്കവാറും പുരുഷന്മാരായിരിക്കും. സ്ത്രീകൾക്ക് ഗർഭധാരണത്തിനുള്ള ശക്തി ഉണ്ടാകും, പുരുഷന്മാർക്ക് ബീജത്തിന്റെ കുറവ്, ഉള്ള ബീജത്തിൽ അണുക്കള കുറവൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ 10-15 കൊല്ലായിട്ട് 8-10 കൊല്ലായിട്ട് കുട്ടികളില്ലാത്തവരെ ആണ്ടുപോകും. എന്നിട്ട് രാത്രി 10 മണി മുതൽ സുബി വരെ അങ്ങനെ ഈ ജാറത്തിന്റെ പരിസരത്ത് ഇങ്ങനെ മലച്ചട്ടിക്ക് എടുക്കുകയാണ് ഈ പെണ്ണുങ്ങള്. സകല അലവലാതി കുബൂരികളും കേറി നിരങ്ങുണ്ടാവുക. പിന്നെ 10-ാം മാസം കുട്ടികൾ ഉണ്ടാകാനാ പണി. എന്നിട്ട് അതും ഹക്കീം ഡോക്ടറെ തലയ്ക്ക് മുപ്പരെ കരാമത്താത്രേ. ഗർഭപാത്രം ഇല്ലാത്തവർക്കും കുട്ടികളെ കൊടുക്കന്നെയാണ്. അവിടെ വന്നിട്ട് ഈ കുബൂരി പെണ്ണുങ്ങള്, ഹക്കീം ഡോക്ടറെ എനിക്ക് ഗർഭപാത്രം ഇല്ലല്ലോ, എങ്ങനെ എനിക്ക് കുട്ടികൾ ഉണ്ടാകാന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗർഭപാത്രം ഇല്ലെങ്കിലും എന്റെ പെരയിൽ ഒരു പ്ലാസ്റ്റിക് പാത്രമേ ഉണ്ടാവുമല്ലോ, എന്നാ പിടിച്ചാ കുട്ടി എന്ന് പറഞ്ഞിട്ട് ഹക്കീം ഡോക്ടർ ഭാര്യ കോരി കൊടുക്കന്നെ.
നിങ്ങൾ എന്ത് ഹറാം പറപ്പിൽ കുട്ടികളുണ്ടായാലും എന്ത് ഹറാം പറപ്പ് ചെയ്തിട്ട് കുട്ടികളുണ്ടായാലും ഇത് കുട്ടികളുണ്ടാകണമെങ്കിൽ ഈ ബീജം പോയിക്കാണ്ട് ഇരിക്കണമെങ്കിൽ അവിടെ ഗർഭപാത്രമാണല്ലോ. അങ്ങനെ ഗർഭപാത്രം ഇല്ലാത്തവർക്കും ഒരു കുട്ടികളുണ്ടായി കൊടുക്കും. വല്ലാത്തൊരു കറാമത്ത് തന്നെ. ഇതെങ്ങനെയാണോ പരിപാടി? ചെറുകുടലുമ്മലും വൻകുടലുമ്മലും ഒച്ചിരിക്കണ മാതിരി ഇങ്ങനെ ഈ ബീജം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കല തന്നെ. ഇനി പ്രസവിക്കണ ദോരില്ലെങ്കിലും അണ്ണാക്കം കൂടി ഛർദ്ദിച്ചിട്ടെങ്കിലും പ്രസവിക്കുന്നു പറയാത്തത് ഭാഗ്യം. സ്വപ്നത്തിലാണ് ഇവന്മാരെ കലാപരിപാടി മുഴുവനും. രാത്രി 10 മണി മുതൽ സുബിയാൻ കൊടുക്കണവരെ. ഇപ്പൊ നല്ല സമയമാണല്ലോ. ഈ ഒപ്പം പോയ മൈന്ദകൾ അവിടെ ഇവിടെയും കൂർക്കം പൊളിച്ച് ഹോറ് കിടന്നുറങ്ങുണ്ടാവും പെണ്ണുങ്ങളെ ജാരത്തിനുള്ളിൽ ആക്കിയിട്ട്. പിന്നെ ഇപ്പോഴക്കാരുടെ എല്ലാ കറാമത്തും പരിപോഷിപ്പിക്കാനും നല്ല സൗകര്യമാണല്ലോ അവിടെ. അങ്ങനെ എല്ലാ അസുഖങ്ങളും, ബ്രെയിൻ ട്യൂമർ മുതൽ ക്യാൻസർ മുതൽ മൂലക്കുരു മുതൽ ഗർഭപാത്രം ഇല്ലാത്തവർക്ക് ഗർഭം ധരിപ്പിച്ച് പ്രസവിപ്പിക്കൽ മുതൽ എല്ലാം ചെയ്യുന്ന ഈ ഏറുവാടി ദർഗാ പരിസരം ഉണ്ടല്ലോ, ആ ദർഗാ പരിസരത്താണ് വർഷങ്ങൾക്ക് മുമ്പ് 28ഓളം സാധുക്കള് മാനസിക രോഗികൾ വെന്തു മരിച്ചത്. ഇന്ത്യയുടെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ സംഭവമായിരുന്നത്. കാരണം മാനസിക രോഗികളായ പാവങ്ങളായ കുറെ സാധുക്കളെ ചങ്ങലയിൽ കെട്ടിട്ടൊക്കെയാണ്. തീപിടുത്തുണ്ടായി. 28 ആൾക്കാര് ഒന്ന് പടയാൻ പോലും ആകാതെ, ഓടി രക്ഷപ്പെടാനാകാതെ വെന്തു മരിച്ച് കരിക്കട്ടയായി മാറി. ഈ ദർഗാ പരിസരത്തുണ്ടായതാ. അവരെ രോഗം മാറ്റാൻ ഹക്കീം ഡോക്ടർ വന്നില്ല, അവരെ രക്ഷിക്കാൻ ഇബ്രാഹിം ബാദുഷം വന്നില്ല. കേട്ടോളൂ അതിനെക്കുറിച്ച്. 2001 ഓഗസ്റ്റ് 6 തീയതി ഏകദേശം കാലത്ത് 6 മണിക്ക് ഒരു വലിയ ഒരു തീപിടുത്തം ഇവിടെ ഏർവാടിയിൽ ഉണ്ടാവുകയും അതിൽ 28 ആൾക്കാരാണ് ദാരുണമായിട്ട് കൊല്ലപ്പെട്ടത്. മാനസിക രോഗത്തിനുള്ള ചികിത്സക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പലരും വീട്ടുകാർ കൈയൊഴിഞ്ഞവരും അല്ലാതെ ആയിട്ട് ഇവിടെ പലരും എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം പാവങ്ങൾ ചങ്ങലയിൽ ബന്ധിച്ച നിലയിലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അവർ ഏകദേശം 6 മണിയാകുന്ന സമയത്ത് നല്ല ഉറക്കത്തിലിരിക്കുന്ന സമയത്താണ് അവർ കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. തീപിടുത്തം ഉണ്ടായിട്ട് കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ അന്വേഷിച്ച് പോകുന്നത്. അപ്പോൾ കാട്ടുപള്ളി എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു ദർഗ കൂടി ഉണ്ട് അത്ര. ആ ദർഗ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് ആ ഒരു അപകടം ഉണ്ടായ സ്ഥലം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇതൊക്കെ ആയിരുന്നു അന്ന് ആ ഒരു മെൻ്റൽ അസൈലമായിട്ട് പ്രവർത്തിച്ചിരുന്ന സ്ഥലം കേട്ടോ. ഇവിടെയാണ് തീപ്പൊള്ളലേറ്റിട്ട് അത്രയും പാവങ്ങൾ മരിച്ചത്. അതായത് നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലത്തൊക്കെ ഈ ബിൽഡിങ്ങുകൾ വന്നതൊക്കെ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ്. അതായത് ഒരു വലിയൊരു പ്രദേശം തന്നെയായിരുന്നു ഇത് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. എല്ലാവരും ഉറക്കത്തിലായിരുന്നു. കാലത്ത് 6 മണിക്കാണ് ഇത് സംഭവിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പോൾ ഇതാ മനുഷ്യ വിസർജ്യവും മറ്റുമൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. കാട് പിടിച്ച് കിടക്കുന്ന ഈ ഒരു സ്ഥലത്താണ് ഈ പാവങ്ങൾ നിസ്സഹായരായി, അതായത് കട്ടിലിൽ ഇരുമ്പ് കട്ടിലും മറ്റുമൊക്കെ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. കാരണം ഭ്രാന്തിന് ചികിത്സിക്കുക എന്നുള്ള ഒരു പേരിൽ അങ്ങനെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അവർ ഭ്രാന്തന്മാരല്ലേ? യഥാർത്ഥത്തിൽ നമ്മളാണോ അവരാണോ ഭ്രാന്തന്മാർ എന്ന് നമ്മൾ സ്വയം ഒന്ന് ഓർക്കേണ്ടതാണ്. ഈ വീഡിയോ ചെയ്ത സഹോദരൻ ചോദിക്കുകയാണ്, യഥാർത്ഥത്തിൽ നമ്മളാണോ അവരാണോ ഭ്രാന്തന്മാര് എന്നുള്ളത്. നമ്മളുമല്ല ഭ്രാന്തന്മാര്, അവരുമല്ല ഭ്രാന്തന്മാര്. ഇവിടുത്തെ ഏറ്റവും വലിയ ഭ്രാന്തന്മാര് കേരളത്തിലെ ഈ കുബൂരി പുരോഹിത പിശാചുക്കളാണ്. അതിൽ കാന്തപുരം മുതൽ താഴോട്ടുള്ള എല്ലാ മൊല്ലമാർക്കും ഈ ശൈത്താനീയത്തിന്റെ ഭ്രാന്തുണ്ടല്ലോ, ഈ അന്ധവിശ്വാസത്തിന്റെ ഷിർക്കിന്റെ കുഫറിന്റെ ഭ്രാന്ത്, ആ ഭ്രാന്ത് തലയെ കയറിയ ആൾക്കാരാണ് ഈ വക തോന്നിയാസനൊക്കെ കൂട്ടി നിൽക്കുന്നത്. സഹോദരങ്ങള്, മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ ദാരുണ സംഭവമായിരുന്നത് 2001 ഓലമേഞ്ഞ ഷെഡുകളില് കട്ടിലുകളിൽ ചങ്ങലക്കിട്ട് ഭ്രാന്തന്മാരെ ബന്ധിപ്പിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ തീപിടുത്തുണ്ടായപ്പോ ഒന്ന് അനങ്ങാൻ പോലും ആകാതെ ആ മാനസിക നില തെറ്റിയ രോഗികള് വെന്തു മരിച്ച് കരിക്കട്ടയായി മാറി. അന്നത്തെ എല്ലാ പത്രങ്ങളിലും എല്ലാ വാർത്താ മാധ്യമങ്ങളിലും ഇത് വാർത്തയായിരുന്നു. ഇത് മാസങ്ങളോളം വർഷങ്ങളോളം ചർച്ചയായിരുന്നു. അങ്ങനെയാണ് അവിടുത്തെ പല താൽക്കാലിക ഷെഡുകളും പൊളിച്ചു മാറ്റിയത്. പക്ഷെ ഇന്നുണ്ട് അവിടെ പല മരത്തിലും ആളുകളെ ചങ്ങലക്കിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്തിനാണോ വർഷങ്ങളോളം ആ ഭ്രാന്തന്മാരെ ചങ്ങലക്കിട്ടത്? നിങ്ങൾ ഹക്കീം ഡോക്ടർ ഇബ്രാഹിം ബാദുഷം വന്നിട്ട് ചികിത്സ മാറ്റൂലേ? ആ സാധുക്കളെ വർഷങ്ങളോളം ചങ്ങലിൽ ബന്ധിപ്പിച്ചിരണോ? പക്ഷെ അവരെ രോഗം മാറ്റാനോ അവർക്ക് തീപിടുത്തമുണ്ടായപ്പോൾ രക്ഷിക്കാനോ ഒരു ഹക്കീം ഡോക്ടർ വന്നില്ല, ഒരു ഇബ്രാഹിം ബാദുഷം വന്നില്ല. വെന്ത് കരിക്കട്ടയായി വെണ്ണീറായാണ് മാറി. അന്ന് ഈ കുബൂരി പിശാചുക്കളോട് അന്ന് സലഫികൾ ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണോ നിങ്ങളുടെ ഇബ്രാഹിം ബാദുഷ ആ തീപിടുത്തത്തിൽപ്പെട്ട പാവങ്ങളെ രക്ഷിക്കാൻ എന്തുകൊണ്ട് വന്നില്ല? അന്ന് ഈ സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മൊല്ലയടക്കമുള്ള കുബൂരി ശൈത്താന്മാർ അതിനെ തടയിട്ടത്, ആ ചോദ്യത്തെ മറികടക്കാൻ ശ്രമിച്ചത്, ആ ചോദ്യത്തെ നേരിട്ടത് അള്ളാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. കേട്ടോളി. അജ്മീറിൽ എല്ലാവരും ചെല്ലുന്ന വലിയൊരു സ്ഥലം, എന്നിട്ട് അവിടെ സ്ഫോടനം ഉണ്ടായപ്പോ അത് നോക്കാൻ അജ്മീറിലെ ഖാജനെ കൊണ്ട് കഴിഞ്ഞില്ലാണ്. എന്നാൽ കഅബോ അള്ളാഹുവിന്റെ വീടല്ലേ, ആ കഅബത്തിൽ കുറെ ആളുകൾ കൊണ്ടൊന്ന് സ്ഫോടനം നടത്തിയല്ലോ, അത് നോക്കാൻ അള്ളാഹെ കൊണ്ട് കഴിഞ്ഞില്ലേ? എന്താണ് വിട്ടിത്തം? കേട്ടില്ല സഹോദരങ്ങളെ? കാള പുരോഹിത പിശാച് ഉളുപ്പില്ലാതെ അള്ളാഹുവിനെ കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ അള്ളാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്യാണ്, വെല്ലുവിളിക്കാണ്. എടോ പുരോഹിത പിശാച്, അള്ളാഹും സൃഷ്ടി ഒരുപോലെയാണോ?
ഈ കാന്തപുരം വല്ലയോ അയാളെ പേറി നടക്കുന്ന കുഞ്ഞാടുകളെ മറുപടി പറയട്ടെ. അള്ളാഹിന്റെ സൃഷ്ടികളെ നിങ്ങൾ ഒരുപോലെ താരതമ്യപ്പെടുത്തുക? അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യാൻ ആരാടോ ഇയാള്? ഏത് പിശാചാണ് ഇയാളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്? അപ്പൊ ഏർവാടി ദുരന്തം, അതിനുശേഷം അജ്മീറിൽ സ്ഫോടനം ഉണ്ടായി. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കുമല്ലോ, നിങ്ങളെല്ലാത്തും നിരക്ഷിക്കുന്ന അജ്മീർ ഖോജ, ഏർവാടി ഇബ്രാഹിം ബാദുഷാ എന്തുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നില്ല എന്ന് ചോദിച്ചപ്പോഴുള്ള മറുപടിയാണ്, കഅബയിൽ സ്ഫോടനം ഉണ്ടായപ്പോ അള്ള രക്ഷപ്പെടുത്തിയോ? അള്ളാഹ്ക്ക് എന്തേന് കഴിഞ്ഞില്ലേ? അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഇബ്രാഹിം ബാദുഷയും, അതുപോലെ തന്നെയാണ് ഞങ്ങൾ അജ്മീർ ഖാജി എന്നാണ് ഈ കാക്ക ഈമാനില്ലാതെ, ഉറപ്പില്ലാതെ, മനസാക്ഷി കുത്തില്ലാതെ ഖണ്ഡാമൃഗത്തിന്റെ തൊലി ധരിച്ച ഈ കാക്ക തള്ളിവിടുന്നത്. അള്ളാഹുവിൻ സൃഷ്ടി ഒരുപോലെയാണോ? അള്ളാഹ്ക്ക് ഒരു കാര്യം ചെയ്യാം, ചെയ്യാതിരിക്കാം, അത് അള്ളാന്റെ ഇഷ്ടമാണ്. ഒരു മനുഷ്യനും ചോദിക്കാൻ പാടില്ല എന്താ അള്ളാഹ് ചെയ്തത്, എന്താ അള്ളാഹ് ചെയ്യാതിരുന്നത്, എന്താ അള്ളാഹ് അവിടെ ഇടപെടാതിരുന്നത് ചോദിക്കാൻ പാടില്ല. പക്ഷെ മനുഷ്യന്മാരങ്ങനെയല്ല. മനുഷ്യന്മാർക്ക് ചില നിർബന്ധ ബാധ്യതകളുണ്ട്. നമ്മളെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ റോട്ടിൽ നിൽക്കുമ്പോൾ ഒരു കണ്ണ് കാണാത്ത ഒരാള് ഒരു പൊട്ടക്കിണറ്റിലേക്ക് ചാടാൻ നിൽക്കുകയാണെങ്കിൽ അത് തടയൽ നമുക്ക് നിർബന്ധമാണ്. അത് നമ്മൾ തടയാതെ ഇങ്ങനെ നോക്കിക്കാണ്. ആളുകൾ വന്ന് ചോദിക്കണ്, എടാ ചങ്ങായി, അന്റെ മുമ്പ് കൂടിയില്ല കണ്ണുപൊട്ടൻ പോയത്, എനിക്കൊന്ന് തടയാമായിരുന്നില്ലേ? നീ എന്തുകൊണ്ട് തടഞ്ഞില്ല? നീ ഇത് കണ്ടു നിൽക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് അള്ളും കാണുന്നുണ്ടല്ലോ, അള്ളെന്തേ തടയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. ഈ പൊലമ്പിയ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുണ്ടല്ലോ, ഇച്ചങ്ങായിന്റെ സ്ഥാപനങ്ങൾ കുറെ ഉണ്ടല്ലോ കേരളത്തില്. ഇയാളുടെ മർക്കസ് ഇത്രാം തീയതി ഇന്ന സമയത്ത് തകർന്നു വീഴാൻ പോകുന്നു എന്ന് ഇയാൾക്ക് മുൻകൂട്ടി അറിവ് കിട്ടുകയും ഇയാളത് ആരോടും പറയാതെ മൗനം പാലിച്ച് നിൽക്കുകയാണ്. അങ്ങനെ തകർന്നു വീണിട്ട് ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടു. അപ്പൊ ആ കുട്ടികളുടെ രക്ഷിതാക്കൾ വന്ന് ചോദിക്കാണ്, നിങ്ങൾക്കത് അറിയാമായിരുന്നില്ലേ ഉസ്താദെ? ആ സ്ഥാപനം ഇത്രാം തീയതി ഇന്ന സമയത്ത് തകർന്നു വീഴുമെന്ന് മുൻകൂട്ടി നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് തടഞ്ഞില്ല? നിങ്ങൾക്കത് തടയാമായിരുന്നില്ലേ? ഒരുപാട് ജീവൻ രക്ഷിക്കാമായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയാണ്, കഅബത്തിൽ സ്ഫോടനം ഉണ്ടായപ്പോ അള്ള തടഞ്ഞോ? അള്ളാഹ്ക്ക് കഴിയാഞ്ഞിട്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ പ്രായവും പദവിയും നോക്കാതെ ഇയാളുടെ നടുപ്പുറ ആളുകൾ ചെണ്ടാക്കൂലേ? അപ്പൊ ഇയാൾ ഉദാഹരണം പറയോ? അപ്പൊ ഇബ്രാഹിം ബാദുഷാ ജീവിച്ചിരിക്കുന്ന കാലത്താണ് അവിടെ തീപിടുത്തം ഉണ്ടായതെങ്കിൽ അത് തടയാൻ ഇബ്രാഹിം ബാദുഷയ്ക്ക് കഴിയുമായിരുന്നുവെങ്കിൽ തടയുമായിരുന്നില്ലേ? അതോ അള്ളാഹ്ക്ക് കഴിയൂലേ എന്ന് ചോദിച്ചിട്ട് ഇബ്രാഹിം ബാദുഷ മൗനം പാലിക്കോ? ഈ ഔലിയാക്കൾ എല്ലാവരും ഇങ്ങനെ തന്നെ, ഒരു ഗുണവും മണവും ഇല്ലാത്ത സാമൂഹ്യ ദ്രോഹികളാണ് ഔലിയാക്കള് തന്നെ. അള്ളാഹിനെ ചോദ്യം ചെയ്യേ, ഇയാൾ എന്ത് ദീനാടോ പഠിച്ചത്? ഇയാൾ എന്ത് ഗ്രാൻഡ് മുഫ്തിയോടോ? ഗ്രാൻഡ് മുഫ്തി പോയിട്ട് 5 വയസ്സുള്ള 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പക്വതയും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം പോലും ഈ കാക്കാക്കുണ്ടോ? ഞാൻ ആവർത്തിച്ചു പറയുന്നു, കേരളത്തിലുണ്ടായ സകല വിശ്വാസ വ്യതിചലനത്തിന്റെയും സകല ശൈത്താനീയത്തിന്റെയും ഹെഡ് ഓഫീസ് ഇച്ചങ്ങായിയാണ്, ഈ കാന്തപുരം അബൂബക്കറുമല്ല. സഹോദരങ്ങളെ, വിഷയത്തിലേക്ക് വരാം. ഏർവാടി ദർഗ, ഇബ്രാഹിം ബാദുഷന്റെ ദർഗ മാത്രമല്ല അവിടെ. ഞാൻ പറഞ്ഞല്ലോ, അതിനെ ചുറ്റിപ്പറ്റി അയാളെ കൂടെ വന്നവരും അയാളെ കൂടെ ചാടി നിന്നവരും അയാളെ കൂടെ കിടന്നവരും അങ്ങനെ കുറെ ആൾക്കാരെ ദർഗുണ്ട്. ഓരോന്നോരോന്നായിട്ട് ചെറുതായിട്ട് പരിചയപ്പെടുത്തി തരാം. വരട്ടെ അടുത്തത്. ശത്രുവിന്റെ ഒരു പത്മവ്യൂഹത്തിനും തടുത്തു നിർത്താനാവാത്ത ആ വീരശൂര പരാക്രമിയെ സന്ധി സംഭാഷണത്തിനെന്ന വ്യാജാന ശത്രുതാവളത്തിലേക്ക് വിളിച്ചു വരുത്തി കൊടും വഞ്ചകരായ പാണ്ഡ്യസൈന്യം അദ്ദേഹത്തെ അമ്പെയ്ത് വധിക്കുകയായിരുന്നു. 36 കൂരമ്പുകൾ തന്റെ ഇടനെഞ്ചിലേറ്റുവാങ്ങി ആ ധീരസിംഹം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി രക്തസാക്ഷിയായി. ഇത് അബൂ തോഹിർ ആരാ? ഇബ്രാഹിം ബാദുഷന്റെ മകനാത്രേ. അങ്ങനെ മൂപ്പര് അന്ന് പാണ്ഡ്യരാജാവിനായിട്ട് യുദ്ധം ഉണ്ടായ സമയത്ത് ഭയങ്കര യോദ്ധാവായിരുന്നു. അങ്ങനെ പാണ്ഡ്യരാജാവിന്റെ ആൾക്കാർ സന്ധി സംഭാഷണത്തിന് എന്ന വ്യാജാന മൂപ്പരെ വിളിച്ചു വരുത്തി, എന്നിട്ട് ഒളിഞ്ഞിന്ന് അമ്പെയ്തു. അങ്ങനെ അമ്പേറ്റ് മരിച്ചു. അയാൾ തെറക്കണപ്പത് ആരത് ആള് അറിയോ? ഇബ്രാഹിം ബാദുഷന്റെ മകനെ, വലിയാണത്രേ. ആ വലിയന് ഈ ശത്രുക്കൾ എന്നെ വിളിച്ചു വരുത്തുന്നത് സന്ധി സംഭാഷണത്തിനല്ല, ചതിച്ചു കൊല്ലാനാണെന്ന് പോലും മനസ്സിലായില്ല. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ഔലിയാക്കളാണ് ഇപ്പൊ അതൊക്കെ. ഈ ദർഗന്റെ മുമ്പിൽ പോയിക്കുന്ന കുറെ എണ്ണം കുത്തിമറിയുണ്ട്, അവരെ സങ്കടങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങളെ മനസ്സുള്ളത് നിങ്ങൾ അറിയില്ലേ അബൂ തോഹിർ വലിയേ എന്ന് ചോദിച്ചിട്ട് കരയുണ്ട്. അബൂ തോഹിറിനെ മറിഞ്ഞു നിന്നിട്ടും അമ്പയ്യനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അതാണ് അബൂ തോഹിർ. കഴിഞ്ഞില്ല. ഇനി അടുത്തെന്താണ്? പത്താൻ വലിയ കേട്ടോളി. പത്താൻ സാഹിബ് ഷഹീദ് വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു അഫ്ഗാനിസ്ഥാനിലെ പത്താൻ പ്രദേശത്തു നിന്നും ബാദുഷായുടെ സംഘത്തിലെത്തിയ ഒരു വീരയോദ്ധാവ്. കളിമൺ കൊണ്ട് പാത്രങ്ങളും മറ്റും നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായ ശില്പിയായിരുന്നു മഹാൻ. ബാദുഷാ റളിയല്ലാഹു അൻഹുവിന് ഖൈബർ ചുരത്തിലൂടെ ഇന്ത്യയിലേക്ക് വഴികാട്ടിയത് ഈ മഹാനാണ്. പത്താൻ സാഹിബ് അഫ്ഗാനിസ്ഥാനിൽ വന്നാത്രേ. ഒക്കെ വന്ന് ഇറങ്ങൂലോ ഇവിടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ. ഈ ക്ലിപ്പ് എന്തിനായിട്ടെന്നറിയോ? ഇയാള് ഇബ്രാഹിം ബാദുഷന്റെ സംഘത്തിന് ഖൈബർ ചുരം വഴി ഇന്ത്യയിലേക്ക് വഴി കാണിച്ച ആളാണത്രേ.
ലോകത്തുള്ള എല്ലാ മറഞ്ഞ കാര്യങ്ങളും തെളിഞ്ഞ കാര്യങ്ങളും ഒളിഞ്ഞ കാര്യങ്ങളും അറിയണം ഇബ്രാഹിം ബാദുഷക്ക്. ഖൈബർ ചുരത്തിലൂടെ ഇന്ത്യയിലേക്കുള്ള വഴി കാട്ടാന് ഈ പത്താൻ സാഹിബ് വേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഇബ്രാഹിം ബാദുഷക്ക് അറിയില്ലായിരുന്നു എന്നല്ല ഇപ്പം അതിൻ്റെ അർത്ഥം. എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയുന്ന ആളാണ് ഇബ്രാഹിം ബാദുഷ. മറഞ്ഞ കാര്യം പോട്ടെ, തെളിഞ്ഞു നിൽക്കണ വഴി പോലും അറിയില്ലായിരുന്നു എന്നാ ഈ പറഞ്ഞതിന്റെ അർത്ഥം. കഴിഞ്ഞിട്ടില്ല, ഇനി വരട്ടെ അടുത്ത സാധനം. ചന്ദനപ്പേർ ഷഹീദ് വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ യഥാർത്ഥ നാമം ദുൽഫിഖാർ അലിഖാൻ എന്നായിരുന്നു. മുൻ സോവിയറ്റ് യൂണിയനിലെ അസർബൈജാനിലാണ് മഹാനായ ചന്ദനപ്പേർ ഷഹീദ് വലിയുല്ലാഹിയുടെ സ്വദേശം. ബാദുഷായുടെ സിന്ധു പ്രവിശ്യയിലെ ഗവർണറായിരുന്നു ഈ മഹാൻ. തെന്നിന്ത്യൻ വിജയത്തിനു ശേഷം ബാദുഷ ഈ മഹാനെ തന്റെ അരികിലേക്ക് വിളിച്ചു വരുത്തി തന്റെ പേഴ്സണൽ സെക്രട്ടറിയായി നിയോഗിച്ചു. ശൈത്യരാജ്യക്കാരനായ മഹാൻ തെക്കേ ഇന്ത്യയുടെ അത്യുഷ്ണം കാരണം സൂര്യാഘാതം നേരിട്ട് മഹാനവകളുടെ ശരീരത്തിൽ പോറലുകളുണ്ടായപ്പോൾ ശരീരം മുഴുവൻ ചന്ദനം പൂശുക പതിവായിരുന്നു. ഇക്കാരണത്താലാണ് മഹാനവറുകളെ ചന്ദനപ്പേർ എന്ന് വിളിക്കുന്നത്. കണ്ടില്ലേ, ഒരു മൂത്രപ്പുര കെട്ടിണ്ടാക്കിയ മാതിരി ചാരം. അവിടെ കറാമത്തിന് കുറവൊന്നുമില്ല. ആരാണത്? ചന്ദനപ്പീർ ഔലിയ. മൂപ്പര് സോവിയറ്റ് യൂണിയൻ നിങ്ങോട്ട് പണ്ടാരടക്കിയതാണ്, ഇബ്രാഹിം ബാദുഷിനൊപ്പം കൂടിയതാണ്. അപ്പൊ സോവിയറ്റ് യൂണിയൻ ശൈത്യകാലത്തിൽ ജീവിച്ച് അവിടെ തണുപ്പിൽ ജീവിച്ച ആളായതുകൊണ്ട് ഇവിടുത്തെ ഉഷ്ണം സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ മൂപ്പർക്ക് സൂര്യാതാപം ഏറ്റിട്ട് ശരീരം നന്നായിട്ട് പൊള്ളിയിട്ട് ഇതാക്കാൻ തുടങ്ങി. അത് മാറാൻ വേണ്ടി ചന്ദനം തേച്ചിരുന്നത്രേ. അങ്ങനെയാണ് ചന്ദനപ്പീർ ഔലിയ എന്ന് പേര് വന്നത്. സൂര്യന്റെ ചെറിയൊരു ചൂട് കാരണം സ്വന്തം ശരീരത്തിലുണ്ടായ പൊള്ളൽ പോലും മാറ്റാൻ കഴിയാത്ത ഈ മനുഷ്യനോടാണ് ഈ കൗമ്, ഈ കുബൂരി പൊട്ടന്മാര് പോയിട്ട് അവരുടെ ജീവിതത്തിലുള്ള എല്ലാ അസുഖങ്ങളും പറയണത്. എങ്ങനെ ഉണ്ടാവും അവസ്ഥ? കഴിഞ്ഞില്ല, ഇനി അടുത്ത ശൈത്താനിയത്ത് വരട്ടെ. ഏർവാടിയിൽ നിന്ന് കീളക്കര പോകുന്ന ഭാഗം മായംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് മറവിട്ട് കിടക്കുന്ന സയ്യിദ് നൈനാർ ഉപ്പാപ്പയും അവരുടെ സഹോദരി മറിയം ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ദർഗയെക്കുറിച്ചും അവിടെ ഞങ്ങൾ കണ്ട ഒരു അത്ഭുതമുളവാക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോ. ബഹുമാനപ്പെട്ട സയ്യിദ് ഷോദ ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ ശിഷ്യരിൽ അനുയായികളിൽപ്പെട്ട ഒരു മഹാനാണ് സയ്യിദ് നൈനാർ ഉപ്പാപ്പ. പ്രധാനമായും ഈ മക്കാമിനെ കുറിച്ച് അറിയപ്പെടുന്നത് നാഗ സർപ്പമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വലിയ ഫലം ലഭിക്കുന്ന മക്കാമ് എന്നുള്ളതാണ്. നാഗമൂർത്തി സർപ്പങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് വലിയ ശമനവും സാന്ത്വനവും ഏകിയ ഒരു മക്കാമ് കൂടിയാണ് ഇത്. അവിടെ ആ മക്കാമിൽ അവരുടെ തലഭാഗത്തായി, മക്കാമ് സ്ഥിതി ചെയ്യുന്നതിന്റെ തലഭാഗത്തായി നമുക്ക് കാണാം വലിയ ഒരു മരം കാണാം. ആ മരത്തിന്റെ അടിയിൽ നിറയെ പൊത്തുകളും മടകളും ഒക്കെയാണ് എന്നുള്ളതാണ്. അവിടേക്കുള്ള നേർച്ച എന്ന, ഈ മക്കാമിലേക്കുള്ള നേർച്ച എന്ന് പറയുന്നത് തന്നെ പാലും മുട്ടയുമാണ്. സർപ്പത്തിനുള്ള പാലും മുട്ടയുമാണ് അവിടെ നേർച്ചയാക്കുന്നത്. അത് നമുക്ക് അവിടെ പോയാൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ സർപ്പവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ, നാഗവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ചൊവ്വാഴ്ച ദിവസമാണ് ഇവിടെ എടുക്കുന്നത്. ഒരുപാട് കറാമത്തുകൾ വെളിവായ ഒരു മക്കാമ് കൂടിയാണ്. പറയപ്പെടുന്നത് ഈ മക്കാമ് ഒരു വഹാബി പ്രസ്ഥാനക്കാരന്റെ കയ്യിൽ കിട്ടുകയും ആശയക്കാരന്റെ കയ്യിൽ കിട്ടുകയും ഈ വിദേഹത്തുകാരൻ ഇത് പൊളിക്കാൻ വേണ്ടി JCB എടുത്ത് അതിന്റെ ചുറ്റുഭാഗം പൊളിച്ച് അതിന്റെ മേൽക്കൂരയിലേക്ക് JCB വെച്ചപ്പോൾ ഈ മനുഷ്യൻ JCBയിൽ നിന്ന് പിടഞ്ഞു വീണു മരണപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. എന്താ പേര്? നെയ് നാർ ഉപ്പാപ്പ. നെയ്യറ നെയ്യ്, നാററ തീ. ആ തീക്ക് നെയ്യ് വെച്ചാൽ അങ്ങനെ ഉണ്ടാവും, ആളിക്കൊത്തോലോ. അപ്പൊ നരകത്തിൽ ഇങ്ങനെ ആളിക്കൊത്തുന്ന അത്രത്തോളം കൊടൂര ഭീകരനായിരിക്കും ഇയാൾ ചിലപ്പോ. അപ്പൊ അവിടുത്തെ നേർച്ച എന്താ? ഈ നാഗദോഷങ്ങളുണ്ടല്ലോ, സർപ്പദോഷങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നേർച്ചകൾ അവിടെ നടക്കണത്. ഈ ഹൈന്ദവരുടെ കാവുകളുണ്ടല്ലോ, അതുപോലെ കുട്ടിച്ചാത്തൻ സേവാ മഠങ്ങള്, അവിടെ ഉണ്ടാവല്ലോ ഈ പാമ്പിനെ പ്രതിഷ്ഠിക്കുന്ന, പാമ്പിനെ പൂജിക്കുന്ന സ്ഥലങ്ങൾ, അവിടെ നേർച്ച ഇതൊക്കെ തന്നെയാണ്. അങ്ങനത്തെ ശൈത്താനീയത്തിന്റെ കേന്ദ്രങ്ങളാണ് ഇതൊക്കെ. എന്നിട്ട് പറയണേ ഈ ജാരം ആദ്യം വഹാബിന്റെ കയ്യിലായിരുന്നു അത്രേ. അങ്ങനെ വഹാബി ഇത് പൊളിക്കാൻ വേണ്ടി നോക്കിയപ്പോ, അങ്ങനെ ചുറ്റുപാട്ടൊക്കെ പൊളിച്ചിട്ട് JCB കൊണ്ട് ഇങ്ങനെ പൊളിക്കാൻ നോക്കിയപ്പോ മൂപ്പര ഇന്നലെ കൊഴിഞ്ഞു വീണ് മരിച്ചു എന്നാണ്. പേടിപ്പിക്കുകയാണ്. എടാ വഹാബി, ജാരങ്ങളോട് കളിക്കാൻ വരണ്ട. ജാരത്തുമ്പോ തൊട്ട് കഴിഞ്ഞാൽ കുരുത്തക്കേട് തട്ടും, ആള് തട്ടിപ്പോകുന്നതാണ് ഖുറാഫിന്റെ ഭീഷണി. എടോ, ഈ വോയിസ് കേൾക്കുന്ന ഈ അന്ധവിശ്വാസികളായ ഖുറാഫികളുണ്ടല്ലോ, അവരോടൊരു വെല്ലുവിളി അങ്ങണ്ട്. നിങ്ങളെ കസ്റ്റഡിയുള്ള ഏതെങ്കിലും ജാരം പൊളിക്കാനുള്ള നിയമപരമായ അവകാശം ഞങ്ങൾക്ക് കൊണ്ടോ? ഞാൻ പൊളിച്ചോ. മിനിറ്റുകൾ കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി തരാം, അനുവാദം തരണം. പൊളിക്കാന്ന് മാത്രല്ല അവിടെ ഒരു പൊതു കക്കൂസ് ഉണ്ടാക്കി തരാം നമ്മളെ വകയായിട്ട്. ആരെയാണ് നിങ്ങൾ വെല്ലുവിളിക്കണത്? കേട്ടിപ്പൊക്കിയ സകല ഖബറുകളും തട്ടി നിരപ്പാക്കണമെന്ന് പഠിപ്പിച്ച മഹാന്മാരായ സ്വഹാബത്തിന്റെയും അഹ്ലുസുന്നയുടെയും പാതയിലൂടെ സഞ്ചരിക്കുന്ന സലഫികളെയാണോ നിങ്ങൾ വെല്ലുവിളിക്കുന്നത് തന്നെ?
അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് ഏർവാടി ദർഗയുടെ ഒരു ലഘുചരിത്രം. അങ്ങനെ പറയുകയാണെങ്കിൽ എപ്പിസോഡുകൾ ഇഷ്ടംപോലെ ചെയ്യാണ്ട്. അത്രത്തോളം അന്ധവിശ്വാസങ്ങളും ഖുറാഫാത്തും ഷിർക്കും കോടിയ കാടത്തരും തെമ്മാടിത്തനോട് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നടക്കാത്ത തെമ്മാടിത്തങ്ങളില്ല. നിങ്ങൾക്ക് കള്ള് വേണോ, കള്ള് ഷാപ്പ് പോകണം. നിങ്ങൾക്ക് പെണ്ണ് വേണോ, വേശ്യാലയത്തിൽ പോകണം. കഞ്ചാവ് വേണോ, അതിന്റെ കേന്ദ്രത്തിൽ പോകണം. മറ്റുള്ള മയക്കുമരുന്ന് വേണോ, അതിന്റെ കേന്ദ്രത്തിൽ പോകണം. ഇതൊക്കെ ഒരുമിച്ച് കിട്ടുന്ന സ്ഥലമാണ് ഈ ഏർവാടി ദർഗ പരിസരം. ഇവിടെ കിട്ടാത്ത മോലില്ല. വെറുതെ കല്യാണം കഴിഞ്ഞിട്ട് 4-5 കൊല്ലം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്തവർക്ക് അവിടെ കുട്ടികളുണ്ടാണ് നിങ്ങൾ വിചാരിച്ചത്? അവിടെ പല കലാപരിപാടി നടക്കുന്നുണ്ട്. ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നതും ഈ കേരളത്തിൽ നിന്നും പോകുന്ന കുടവയറും തടവിയിട്ട് പോകുന്ന ഈ കുബൂരി മൊല്ലമാരുണ്ടല്ലോ, സിയാറത്ത് ടൂർ എന്ന് പേരിട്ടിട്ട് കൗമിനെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്ന കുബൂരി മൊല്ലമാര്, അവരാണ് ഈ വക തെമ്മാടിത്തത്തിനൊക്കെ അവിടെ സപ്പോർട്ട്. ഈ കേരളത്തിൽ നിന്നും സിയാറത്ത് ടൂർ എന്ന് പറഞ്ഞിട്ട് പാമരന്മാരായ വിഡ്ഢികളായ ജനങ്ങളെ വണ്ടികളിൽ കുത്തി നിറച്ച്, പെരുമ്പിലാവുന്ന കന്നുകളെ കൊണ്ടുവരുന്ന മാതിരി വണ്ടികളിൽ കുത്തി നിറച്ച് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ പുരോഹിത വർഗമുണ്ടല്ലോ, കേരളത്തിലെ പുരോഹിത വർഗം, ഈ വർഗമില്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള പല ദർഗകളും അടച്ചുപൂട്ടേണ്ടി വരും. ഇത്തരം ദർഗകളുടെ പ്രചാരകരും അതിന്റെ പ്രൊമോട്ടർമാരും ഈ കേരളത്തിലുള്ള കുബൂരി മൊല്ലമാരാണ്. അവർ കൗമിനെങ്ങനെ കറാമത്തിന്റെ കഥകളും പറഞ്ഞിങ്ങനെ തെരിപ്പിക്കേറ്റിട്ട് ഇങ്ങനെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകും സിയാറത്ത് ടൂറിന്. എന്നിട്ട് അവരതിന്റെ മറവിൽ കാട്ടിക്കൂടുന്ന എല്ലാം ഇവർക്ക് ദീനന്നെ. ഈ സാധുക്കൾക്ക് കണ്ടോളി, ഒരു സിയാറത്ത് ടൂറിന്റെ ഒരു മൊല്ല കാട്ടിക്കൂടുന്ന അപരാധങ്ങള്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പെട്ടെന്ന് ഇവിടെ മൗലൂദൊക്കെ ചൊല്ലി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്തായി നമ്മൾ ഉസ്താദിന് തോന്നി പെട്ടെന്ന് എന്താ പറയുക ഷാദുലി റാത്തീബ് നടത്തിയതാണ് കേട്ടോ. ആ കടപ്പുറത്ത് നമ്മൾ ഉള്ള ആൾക്കാരൊക്കെ പാടെ പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ്. അപ്പോൾ നമ്മൾ ഷാദുലി റാത്തീബ് നടത്തിയതാണ് സംഭവം. ഈ കേരളത്തിൽ നിന്നും പോകുന്ന കുബൂരി മൊല്ലമാരുണ്ടല്ലോ, ഈ വെള്ളത്തരിയൊക്കെ ഇട്ടിട്ട് ഈ വെള്ള പിശാചുക്കള്, ഈ കുബൂരി പിശാചുക്കള്, ഇവന്മാർ കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങളാണെന്നൊക്കെ. ഈ കൗമിനെ, പാവപ്പെട്ട കൗമിനെ, അന്തും കഥയില്ലാത്ത കൗമിനെങ്ങനെ സിയാറത്ത് ടൂറിന്റെ പേരിൽ ഇങ്ങനെ ആട്ടിത്തെളിച്ച് കൊണ്ടുപോവുക. എന്നിട്ടിങ്ങനെ പോയിട്ട് ആ കടപ്പുറത്ത് ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഉസ്താദിന് തോന്നിയതാണ്, പെട്ടെന്ന് തന്നെ തോന്നി ഒരു ഷാദുലി റാത്തീബ് നടത്തണം എന്നുള്ളത്. അങ്ങനെ എല്ലാറ്റിനെയും കൂടി ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് ഈ അംഗൻവാടിയിലെ കുട്ടികൾ ഇങ്ങനെ വട്ടം കൂടിക്കാണ്ട് കയ്യും കോർത്ത് കളിക്കുമല്ലോ. അങ്ങനെ കളിക്കണമാരിങ്ങനെ ഉസ്താദ് ഇങ്ങനെ നടുവിൽ നിന്നിട്ട് ഇങ്ങനെ ഹല്ല 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 ഷാദുലി റാത്തീബാണ്. ഇതൊക്കെ നടത്താൻ പറ്റിയ സ്ഥലം അവിടെയൊക്കെ തന്നെയോ. നിങ്ങൾ ഈ കേരളത്തിലെ പള്ളിനുള്ളിൽ നടത്തരുതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ആ കടപ്പുറത്ത് ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കുമ്പോൾ ഉസ്താദിന് പെട്ടെന്നാണ് തോന്നി. അപ്പൊ സംഭവം എന്തായിരിക്കും, ഉസ്താദ് ഇങ്ങനെ ഈ കൗമിന്റെ ആന്നും തിന്നിട്ട് ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പള്ള വീർപ്പിച്ചിട്ട് ദഹനം ഉണ്ടാവില്ലേ, അപ്പൊ ദഹിക്കും ഉണ്ടാവില്ല. അപ്പൊ മര്യാദക്കും ശോധന കിട്ടാൻ വേണ്ടിയിട്ട് വയറൊന്ന് ഇളകിക്കോട്ടെ വെച്ചിട്ട്, തടിയൊന്ന് ഇളകിക്കോട്ടെ വെച്ചിട്ട്, ആമാശയും മലത്തോരൊക്കെ ഒന്ന് ഇളകിക്കോട്ടെ വെച്ചിട്ട് അപ്പൊ തോന്നിയൊരു ബുദ്ധിയായിരിക്കും ഒന്നാണ് ചാടി കളിക്കുക എന്നുള്ളവർക്ക്. ഞാൻ കിടക്കട്ടെ ഷാദുലി റാത്തീബിന്റെ പേരിൽ ഒരു ചാടിക്കളി. സഹോദരങ്ങള്, ഈ ഏർവാടി പോലെയുള്ള, അജ്മീർ പോലെയുള്ള, നാഗൂർ, മുത്തുപ്പേട്ട പോലെയുള്ള ഇത്തരം കൊടിയ ഷിർക്കിന്റെയും കുഫറിന്റെയും കേന്ദ്രങ്ങളിൽ നടക്കുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് ഈ കേരളത്തിൽ നിന്ന് പോകുന്ന കുബൂരി മൊല്ലമാരാണ്. ഈ ജാറ വ്യവസായത്തിന്റെ പ്രചാരകരും ഉപഭോക്താക്കളും കേരളത്തിലാണ് കൂടുതൽ. അത് ഈ ജാറത്തിലൊക്കെ പോയാൽ അറിയാം. ഈ തമിഴ്നാട്ടിലാണെങ്കിലും അജ്മീറിലാണെങ്കിലും അവിടെ എഴുതി വെച്ചത് മഹാഭൂരിഭാഗം മലയാളത്തിലാണ്. കാരണം ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ അടിമകളും അന്ധവിശ്വാസികളും മലയാളികളാണ്. കാരണം കേരളത്തിൽ ഈ കുബൂരി മൊല്ലമാര് കുറേ ഉണ്ടല്ലോ. മദ്രസന്ന് ഇവർക്ക് ശമ്പളം എത്ര? 3000-4000 റുപ്യ. പള്ളിയിൽ ഇമാമത്തിന് നിന്ന ശമ്പളം എത്ര കിട്ടുക? 4000-5000 റുപ്യ. അതുകൊണ്ട് കുടുംബം പോറ്റാൻ കഴിയണ്ടേ? അപ്പൊ ഈ സിയാറത്ത് ടൂർ എന്ന് പറഞ്ഞിട്ട്, ജാറെന്നും പറഞ്ഞിട്ട് എല്ലേനും ഭാര്യ വലിച്ചു കൊണ്ടുപോകും. എന്നിട്ട് ഒരു സംഖ്യ പൈസ പോക്കറ്റിലാക്കും. പാവപ്പെട്ടവന്റെ ഈമാനും സമ്പത്തും ചൂഷണം ചെയ്ത് അതുകൊണ്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ട കുബൂരി മൊല്ലമാരെ, നിങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിൽ ഇതിന് സമാധാനം പറയേണ്ടി വരിക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. സമുദായത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ കരുതിയിരിക്കണം, സൂക്ഷിക്കണം ഈ കുബൂരി പുരോഹിതന്മാരെ. മദ്രസയിലൊക്കെ പഠിക്കുന്ന കുട്ടികള്, ഞങ്ങളെ മദ്രസ ഉസ്താദിന്റെ കൂടെ സിയാറത്ത് ടൂറിന് പോവുകയാണ്. ഏർവാടി, അജ്മീർ, മുത്തുപ്പേട്ട, നാഗൂർ, മമ്പ്രം, അങ്ങനെ തുടങ്ങി എല്ലാ കൊടിയ ഷിർക്കിന്റെ കേന്ദ്രത്തിലേക്കും പോകുന്നുണ്ട്. ഞങ്ങളും പോറ്റാറുണ്ട്. ആ കുട്ടി ഏതായാലും സാധാ ടൂർ പോണിനെക്കാട്ടിയും നല്ലതല്ലേ ഒരു സിയാറത്ത് ടൂർ എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് ആവശ്യമുള്ള 1000, 2000, 3000 കൊടുക്കണം. ഉമ്മമാരെ, അതിന് പണം അയച്ചു കൊടുക്കുന്ന വിദേശത്ത് ജോലി ചെയ്യുന്ന രക്ഷിതാക്കള്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തരം കൊടിയ കുഫറിന്റെയും അന്ധവിശ്വാസത്തിന്റെയും ഷിർക്കിന്റെയും കേന്ദ്രങ്ങളിലേക്കാണ് സിയാറത്ത് ടൂർ എന്ന പേരിൽ ഈ കേരളത്തിലെ കുബൂരി മൊല്ലമാർ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്നത്. അവർ നിങ്ങളുടെ സമ്പത്തും ഈമാനും നാളെ പരലോകവും തകർക്കും, യാതൊരു സംശയവും വേണ്ട.
സഹോദരങ്ങളെ കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. ഈ കുബൂരി മൊല്ലമാർ പൊടിപ്പും തൊങ്ങലും വെച്ച് കള്ളക്കറാമത്തിന്റെ അകമ്പടിയോടുകൂടി പരിചയപ്പെടുത്തിയ സകല ജാറങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.